ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അത് ക്ലാസ് എടുക്കുന്ന ഞാൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പരിചയപ്പെടലും ബന്ധങ്ങൾ പുതുക്കലും ഒക്കെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇരിക്കണം. അതേപോലെ മൊബൈൽ ഫോൺ ആരെങ്കിലും സൈലൻ്റ് ആക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ദയവായി സൈലൻ്റായി വെക്കണം. ഇതിനിടയിൽ മറ്റുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും ഇരിക്കും. സംഘാടകരൊക്കെ പുറത്ത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവർ ആവശ്യമില്ലാത്തവരൊക്കെ അകത്ത് വന്നിരിക്കും. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ വയൽ പരിപാടി നടത്തുന്നവർക്ക് ഇത് കേൾക്കാൻ കഴിയാറില്ല. അവരിങ്ങനെ കുറേ ഓടും. അത്ര ഒന്നും ഓടേണ്ട ആവശ്യമില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ആ ഓടിയത് മതി, അവിടെ ഇരിക്കുമെന്ന് പറയും. ലാസ്റ്റ് ഒരു കാര്യത്തിന് 24 ആളൊക്കെ ഓടുന്നതാണോ? അത് ഓരോടെ ഒരു പ്രവർത്തിക്കാനുള്ളൊരു താല്പര്യമാണ്. പക്ഷേ ആ വയലോൾ കേൾക്കൂല. ഉസ്താദുമാർ വയലെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് കഴിയില്ല. കാരണം അപ്പോൾ ഒരു അങ്ങോട്ട് വണ്ടിയുണ്ടോ ഇങ്ങോട്ട് വണ്ടിയുണ്ടോ അതൊക്കെ നേരത്തെ സെറ്റപ്പ് ആക്കി വെച്ചിട്ട് മജ്‌ലിസുൽ ഇൽമിൽ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കേണ്ടത്. അപ്പോഴേ അതുകൊണ്ട് ഉപകാരം കിട്ടുള്ളൂ. അപ്പോൾ പുറത്തുള്ള അവിടെ അത്യാവശ്യം ഇല്ലാത്ത ആളുകളൊക്കെ കയറിയിരിക്കും. എല്ലാവരും കയറിയിരിക്കും. കുറഞ്ഞ സമയമാണ് നമ്മൾ സംസാരിക്കുക. ഉള്ള സമയത്ത് എല്ലാവരും നല്ല ഒരു ശ്രദ്ധയിലിരിക്കുക. മൊബൈൽ ഫോൺ എല്ലാവരും സൈലൻ്റ് ആക്കി വെക്കുക. ചെറിയ കുട്ടികൾ ഇനി ചെറിയ കുട്ടികൾ ഓടി നടക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ തൽക്കാലത്തേക്ക് അവരോട് പറയാം എന്തെങ്കിലുമൊക്കെ പിന്നെ അവർക്ക് പുറത്ത് പോയി കളിക്കാൻ വല്ല സൗകര്യം ഉണ്ടോ? ഹോളെന്തോ ഉണ്ടോ? കുട്ടികളെ പരമാവധി പറഞ്ഞ മനസ്സിലാകുന്ന കുട്ടികളൊക്കെ അവിടെ ഇരുത്തിക്കോളി. കാരണം ഒരു കുട്ടി ഇങ്ങനെ ഓടിയാൽ ബാക്കി അവിടെ പരിസരത്തുള്ളവർക്കൊക്കെ അത് ഡിസ്റ്റർബൻസ് വരും. എല്ലാവരും ഇരിക്കും. ഇപ്പോഴിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നത് കാണുന്നത്. ഇനി ക്ലാസ് കഴിയാതെ ആരും എഴുന്നേക്കരുത്. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം 4 ആൾ ഇങ്ങോട്ട് നടക്കുക, 5 ആൾ ഇങ്ങോട്ട് പോവുക, 10 ആൾ അവിടെ വാട്സപ്പ് നോക്കുക, ഒരു 22 ആൾ അവിടെ പേര് വെച്ച് പരിചയപ്പെടുക, 4 ആൾ ഫോട്ടോ എടുക്കുക, 5 ആൾ വീഡിയോ എടുക്കുക. അവിടെ ഒന്നും കാര്യമില്ല. അൽഹംദുലില്ലാ നമ്മൾ വൃത്തിയുള്ള ഒരു വീഡിയോ സംവിധാനം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് പിന്നീട് ഈ പരിപാടി കാണണമെന്നുണ്ടെങ്കിലും നമ്മളെ സുഹൃത്ത് ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ടാക്കുക. ആ ലിങ്കൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാം. അതേപോലെ വിദേശത്തുള്ള നമ്മുടെ നല്ലവരായ കുടുംബത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടി കാണാനൊക്കെ വേണ്ടി അവരിപ്പോൾ ഈ സന്തോഷത്തിൽ ഫിസിക്കലി അവൈലബിൾ അല്ലെങ്കിലും ഒരു പ്രസൻസ് കൊണ്ട്, ഒരു ഡിസ്റ്റൻസ് പ്രസൻസ് കൊണ്ട് അവർക്കൊക്കെ അവൈലബിൾ ആയിരിക്കാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം ഇനി ആരും അങ്ങോട്ട് പോയത് ഏറെക്കുറെയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, ഇരുത്തിയാൽ മതി. ഞാൻ അതിൻ്റെ ഇടയിൽ സംസാരിക്കില്ല കേട്ടോ. പരിചയപ്പെടലൊക്കെ ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം വൈകുന്നേരം വരെ സമയമുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ സംസാരിക്കലും പരിചയപ്പെടലൊക്കെ കഴിയാം, നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. ഈ ചില ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, ഈ പുഞ്ഞ് വരുന്ന ആൾക്കാർ ബാക്കിലൂടെ എൻട്രി ആക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ എൻട്രൻസ് ഉണ്ടല്ലോ അല്ലേ? അവിടെ ആയിക്കോട്ടെ. എന്താ കാരണം എന്താണെന്നറിയോ? ഈ ആൾക്കാർ ഒരാളിങ്ങനെ വരും, നമ്മളെ മറ്റേ അമ്മായി അതാ വരുന്നത് പറയും. എന്നിട്ട് കുറേ എണ്ണം ഇങ്ങോട്ട് നോക്കൂ. പിന്നെ ഇതിന് ശ്രദ്ധ പോവും. അപ്പോൾ ഇനി വരുന്ന ആളുകളെ, അതായത് പുതിയതായിട്ട് ഇനി വരുന്ന ആൾക്കാർ അതിലൂടെ ആക്കാൻ പറ്റുമെങ്കിൽ അതിലൂടെ ആക്കിക്കോളി. അല്ലെങ്കിൽ നമ്മൾ 4 കൊല്ലം മുമ്പ് കണ്ട ഒരു അമ്മായിൻ്റെ കുട്ടീനെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ കുറേ നോക്കി നിൽക്കും. അതാണ് ഈ കുടുംബ സംഗമത്തിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്. 10-15 കൊല്ലത്തിന് ശേഷം കാണുക. ഇതൊരു വലിയ നല്ല പ്രവർത്തനമാണ് കേട്ടോ ഇത്, കുടുംബ സംഗമിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്കൊന്നും അറിയാതെ എവിടെയൊക്കെയോ കിടക്കുന്ന, ഏതൊക്കെയോ നാടുകളിൽ പരന്ന് കിടക്കുന്ന ആളുകളൊക്കെ തപ്പിപ്പിടിച്ച് ഇതിൻ്റെ സംഘാടകർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്ര വൃത്തിയിൽ നടക്കൂല. മാസങ്ങൾക്ക് മുമ്പേ ഇത് അധ്വാനിക്കും. എവിടെയൊക്കെ ഉണ്ട്, ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ്, അവരെല്ലാവർക്കും ഇൻഫർമേഷൻ എത്തണ്ടേ. ഡേറ്റുകൾ നേരത്തെ ഫിക്സ് ചെയ്ത് അങ്ങനെ അധ്വാനിച്ചാൽ മാത്രമാണ് ഈ ഒരു കുടുംബസംഘം എത്ര വൃത്തിയായിട്ട് ഒരു രാവിലെ 8-10 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ എത്തുന്നൊരു സംവിധാനമൊക്കെ ആയത് അവരുടെ അധ്വാനം കൊണ്ടാണ്. പിന്നെ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇത്രമാത്രം ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം വേറെ ഇല്ല. ഇപ്പോൾ നാളെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സംസാരിക്കുന്നതൊക്കെ കുട്ടികളായിരിക്കും അല്ലേ? നല്ല സംസാരം കേൾക്കുന്നുണ്ട്. കുട്ടികളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെണ്ണുങ്ങൾക്ക് പൊതുവെ ഒരു സ്വഭാവം ഉണ്ട്, അവർക്ക് നല്ലോണം സംസാരിക്കാൻ ഞാൻ ഒരു ഇടങ്ങാറാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അതല്ല ഇവിടുന്ന് നിങ്ങൾ ദയവായി സംസാരിക്കരുത്. ആ സംസാരം കേൾക്കുന്നതൊക്കെ കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബലൂൺ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടും, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മാഷാ അല്ലാഹ്. അല്ല പിന്നെ പൊട്ടാത്ത ബലൂണാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല മരിക്കാൻ ഉദ്ദേശിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, മരിക്കേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇടയ്ക്ക് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ ആക്കണോ, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം കേട്ടോ. അതൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിയാണെങ്കിൽ ഇങ്ങനെ ആക്കണോ,
ശരി, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ ആക്കണം. അപ്പോഴേ എനിക്ക് നിങ്ങളെ ഒരു എന്താണ് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കായിട്ട് അത് മാറുള്ളൂ. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ആദ്യമായിട്ട് തൂങ്ങുന്നത് കുടുംബത്തിന് വേണ്ടി എന്താണ് ചെലവഴിച്ചത് അതായിരിക്കും. ആദ്യമായിട്ട് ചോദിക്കുക അതല്ല, അത് നിസ്കാരത്തെക്കുറിച്ചാണ്. പക്ഷെ മീസാനിൽ ആദ്യമായിട്ട് തൂങ്ങുന്ന കാര്യം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങളായിരിക്കും. അത്രമാത്രം പവിത്രമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയുടെ മുകളിൽ പോയി ധ്യാനത്തിലിരുന്ന് ഏകദേശം 40 വയസ്സിനോട് അടുത്ത പ്രായത്തിലാണ് ഹിറാ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായത്. അങ്ങനെ അവിടെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫിക്റിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായ തഫക്കുറിൻ്റേതായ ഒരു പ്രത്യേകമായ ഒരു ട്രെയിനിങ് അള്ളാഹു കൊടുത്തു. ആ ട്രെയിനിങ്ങിലായിട്ട് കുറേ സമയം, മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അവിടെ ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ട്. അത് വഹയി ഇറങ്ങുക എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കൊടുത്ത ഒരു വലിയ ട്രെയിനിങ് ആണ്. ജബലന്നൂർ കയറിയ ആളുകൾക്ക് അറിയാം, ഏകദേശം 1 മണിക്കൂർ നിർത്താതെ കയറിയാൽ ഏകദേശം ഒരു 700 മീറ്റർ ഹൈറ്റ് ഉണ്ട് അതിന്. ഞാൻ 2 ദിവസം മുമ്പ് കയറിയിട്ടുള്ളൂ, അവിടുന്ന് ഇപ്പോൾ വന്നതാണ്. തിരിച്ചെത്തിയിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. ഇത്തവണയും ഞങ്ങൾ ജബലന്നൂറും വാർത്തോറും രണ്ടും കയറി. അള്ളാഹു അതൊക്കെ സ്വീകരിക്കട്ടെ. പോകാത്തവർക്ക് പോകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഏകദേശം 1500 മീറ്ററുള്ള മല കയറണം. ആ മല കയറിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ധ്യാനത്തിലിരിക്കണം. ആ ധ്യാനത്തിൽ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വഹയി കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി ബാധിച്ച് ക്ഷീണിച്ച് അവശരായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി എന്ന് പറഞ്ഞു. അതായത് എനിക്ക് പനിയുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് പുതപ്പിട്ട് മൂടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷീണിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിങ്ങനെയായിരുന്നു, കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. എന്നിട്ട് ആദ്യം പറഞ്ഞ വാക്ക് ഇന്നക ലതസിലുർ റഹിമ എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ചിങ്ങനെ പറഞ്ഞു, പടച്ചോൻ നിങ്ങളൊരിക്കലും വെറുതെ ആക്കൂല, നിങ്ങളെ അള്ളാഹു തആല ഒരിക്കലും വഷളാക്കൂല, ഇടങ്ങാറാക്കൂല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ കുറേ ക്വാളിറ്റി ഖദീജ ഉമർ റളിയല്ലാഹു അൻഹ എണ്ണി പറയുന്നുണ്ട്. ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ ഹദീസ വതഖരിൽ ലൈഫ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവാഇബിൽ ഹഖ്. അതിലാദ്യം പറഞ്ഞ വാക്ക് ഇതാണ്, ഇന്നക ലതസിലുർ റഹിമ. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, കുടുംബബന്ധത്തെ വല്ലാതെ പ്രാധാന്യത്തോടു കൂടെ സംരക്ഷിക്കുന്ന ആളാണ് തങ്ങളെ, അതുകൊണ്ട് അങ്ങൊരിക്കലും പരാജയപ്പെടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പണ്ഡിതന്മാരൊക്കെ ഇതിനെക്കുറിച്ച്, കുടുംബബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരാൾ കുടുംബബന്ധം നല്ല രീതിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ, ഞാൻ അതിൻ്റെ മറ്റു ചില ആസ്പെക്റ്റുകൾ ഞാൻ പറയും, അതിൻ്റെ സൈക്കോളജിക്കലായ ചില ആസ്പെക്റ്റുകൾ എന്തായാലും ഞാൻ പറയും. ഒരാൾ കുടുംബബന്ധം വേണ്ട രീതിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. അതെൻ്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. സഹോദരിമാർ മാത്രമല്ല, സഹോദരന്മാരുടെ ഞാനത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയും, കാരണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇബാദത്ത് എത്ര എടുത്തിട്ടും കാര്യമില്ല. കുടുംബബന്ധത്തിലായാൽ വിഷയത്തിൽ അയാൾ ബാക്കിലാണെങ്കിൽ, അയാൾ സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് അവിടെ ചില പ്രത്യേകമായ സ്പെഷ്യലായിട്ടുള്ള ചില ഹുക്കുകൾ ഉണ്ടാകും, ഒരു കൊളുത്തുകളൊക്കെ ഉണ്ടാകും. അതിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ അത് ഈ ആളെ വലിച്ച് നരകത്തിലേക്ക് ഇടുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഔദാര്യമോ സമയം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമോ ഒന്നുമല്ല. എൻ്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ 1-2 വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സഹോദരിമാർ നല്ലൊരു ശതമാനവും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ദീനില്ലാതെ എന്തൊക്കെയോ കാണിച്ച് ജീവിക്കുന്നവർ, അതിനെക്കുറിച്ചല്ല ഞാൻ ദീനിയായി ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത്. അതായത് ഈ ചെല്ലലും പറയലും ദിക്റും നിസ്കാരവും ഖുർആൻ പാരായണവും അങ്ങനെയുള്ള ബൈത്തും അതും അങ്ങനെ ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. എപ്പോഴും അവന് തസ്ബീഹ് ഉണ്ടാവും, അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ടാവും, ഖുർആൻ പാരായണം ചെയ്യും, നിസ്കരിക്കും, ബൈത്തെല്ലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. 5 പൈസന്റെ സമാധാനം ജീവിതത്തിലില്ല. ഇതെങ്ങനെ രണ്ടും കൂടി ശരിയാവുക? അതൊരിക്കലും ശരിയാവില്ല. അത് ഈ ആള് ചെയ്യുന്ന കാര്യത്തിൽ അല്പമെങ്കിലും സ്വീകരിച്ചാൽ അയാൾക്ക് സമാധാനം ഉണ്ടാവണം.
ഒരു പെണ്ണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുക, എന്നിട്ട് ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കണം അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഒരാൾ ഇപ്പൊ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടുക അതാലോചിച്ചാൽ മതി. എവിടെ നിന്നാണ് മനുഷ്യൻ ആകെ അന്വേഷിക്കുന്നത് സമാധാനമാണ്. ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നത് മനുഷ്യന്റെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. അല്ലേ? അങ്ങനല്ലേ? ഇങ്ങനെ ആക്ക് ചക്കന്മാരെ, എങ്ങനെ ആക്ക്. ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടികളാണ് നമുക്ക് വേണ്ടത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ നെക്സ്റ്റ് ജനറേഷൻ. അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അവർ ഭൗതികമായും പഠിക്കണം, ആത്മീയമായിട്ടും ഉയരണം. മക്കൾ നല്ല രീതിയിൽ വരണം. നമുക്ക് ചെറുപ്പക്കാരായ മക്കളെ നന്നായി ചേർത്ത് പിടിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ചെറുപ്പക്കാരായ ചെക്കന്മാരാണ്. നല്ല മുടിയൊക്കെ നീട്ടി വളർത്തി അങ്ങനത്തെ ടീം ഉണ്ടെങ്കിൽ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് അവർ. കാരണം അവർക്ക് അവരുടെ ആ വിഷയത്തിൽ ആത്മാർത്ഥത ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് അവർ ആ മുടി നീട്ടി. അവരെ കുറ്റം പറയാറില്ല ഞാൻ അവരെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചു കാലം കൊണ്ടെടുക്കും. പിന്നെ അറിയാതെ അവരെ മുടിൻ്റെ നീളം കുറയും. ഞാൻ പറയാറില്ല. അത് ഹിക്മത്ത് പ്രയോഗിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ എടാ നിന്റെ മുടിയാടാ നരകത്തിലെ മുടിയാടാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. അത് അവൻ എന്തോ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരുക്ക വന്നു. അപ്പോൾ അവൻ്റെ മുടി ഇങ്ങനെ പ്രത്യേക സ്റ്റൈലിലൊക്കെയാണ് അവൻ്റെ മുടി. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അവൻ്റെ മുടി ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാർ ഞാൻ നെയ്മറിൻ്റെ ആളാണ് സാർ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു സാറ് ആരാളാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരാളുണ്ട്, എല്ലാവർക്കും വേണ്ട, അതൊക്കെ അല്ലെങ്കിൽ ഒരു മോശമാണ്. എനിക്കൊരാളുണ്ട്, ഞാൻ കുറച്ചായിട്ട് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ ബ്രസീൽ ടീമിൻ്റെ ആളാണ് എന്ന്. എന്നിട്ട് സാറിൻ്റെ ടീം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ടീമുണ്ട്, നല്ല ടീം തന്നെയാണ്, എവിടെ ഇറങ്ങിയാലും ജയിക്കുന്ന ടീമിൻ്റെ ഒരു ഫാനാണ് ഞാൻ, അതൊക്കെ എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞു. ഏതോ ടീം കുറച്ചായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ മോനോട് ഞാൻ ചോദിച്ചു, മോനെ നെയ്മറിന് എൻ്റെ കുട്ടീനെ അറിയുമെന്ന് ചോദിച്ചു. നിന്നെ നെയ്മറിന് പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. അതെങ്ങനെ ഉണ്ടാവുക? ഒരു പരിചയമില്ല. നെയ്മറിനെ നിനക്ക് പരിചയം ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമല്ല, അതിനപ്പുറത്ത് പേഴ്സണലായിട്ടുള്ള വല്ല മെയിൽ കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ആശിക്കും മാഷൂക്കും തമ്മിലൊരു ബന്ധമില്ല എന്ന്. ഈ സ്നേഹിക്കുന്ന ആളും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. അതിങ്ങനെ അയാളിങ്ങനെ കളിക്കുന്നു, ഗോളടിക്കുന്നു, കോടീശ്വരനായിട്ട് മാറുന്നു, അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഫാനായിട്ട് ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഇത് ചോദിച്ചപ്പോൾ ഈ കുട്ടിക്ക്, അപ്പൊ ഞാൻ ആ കുട്ടീനോട് ലാസ്റ്റ് പറഞ്ഞു, മോനെ എൻ്റെ കുട്ടി 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ കുട്ടീനോട് ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ കുട്ടീനോട് ഞാൻ പറഞ്ഞു ലാസ്റ്റ്, മോനെ എൻ്റെ കുട്ടി ഇവിടെ ഇരുന്നിട്ട് ഒരു സ്വലാത്ത് ഇപ്പം ചൊല്ലിയാൽ, ഒരു സ്വലാത്ത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചൊല്ലിയാൽ അത് മദീനത്തിരുന്ന് ഈ നിമിഷം നിന്നെയും നിന്റെ ബാപ്പാനും ഉമ്മാനും അടക്കം തിരിച്ചറിയാൻ കഴിയുന്ന ഏതോ ഒരു മേഖലയിൽ, ഫുട്ബോൾ എന്ന് പറയുന്ന ഏതോ ഒരു മേഖലയിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ കുറച്ച് വർഷങ്ങൾ മാത്രം തിളങ്ങിയുന്ന ഒരു കളിക്കാരനല്ല. ഈ ലോകം മുഴുവൻ ഉണ്ടാക്കാൻ കാരണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ലോകത്തിന്റെ സർവ്വലോകത്തിന്റെയും നേതാവായിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ നിമിഷം മോനെ തിരിച്ചറിയും. അതല്ലേ മോനെ യഥാർത്ഥ ബന്ധം. ആ മോനെ അറിയും, മോന്റെ ബാപ്പാനെ അറിയും, മോൻ ചൊല്ലിയ സ്വലാത്തോടെ എത്തും. മോന് എല്ലാ നിർണായകമായ ഘട്ടങ്ങളിൽ സഹായവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവുകയും ചെയ്യും. എല്ലാം കൊണ്ട് ഉപകാരപ്പെടുന്ന ബന്ധമാണ്. ഞാൻ ആ കുട്ടിനോട് മോന്റെ മുടി വെട്ടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ലാസ്റ്റ് അവൻ പറഞ്ഞു ഞാൻ മുടി വെട്ടിക്കോളാന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? ആ കുട്ടി ഇഖ്ലാസുള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ് അവൻ. കാരണം എന്താ, അവൻ നെയ്മർ എന്ന് പറയുന്ന ഒരു കളിക്കാരനെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുക മാത്രമല്ല, യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷൂക്കിന്റെ സിഫാത്ത് ആശിഖിന്റെ ദാത്തിൽ വരുമെന്നാണ് യഥാർത്ഥ ഇഷ്ക്. അതവനുണ്ട്. എന്താ, നെയ്മറിനെ പോലെ മുടി അവൻ ആക്കുന്നുണ്ട്. അത് അത്രയും മഹബത്തുള്ളത് കൊണ്ടാണ്. എനിക്കൊരൊറ്റ പണി ഉണ്ടായിരുന്നുള്ളൂ അവിടെ. എന്താണ്, മാഷൂക്കിനെ മാറ്റിക്കൊടുക്കുക, നെയ്മറിനെ മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി കൊടുക്കുക. അപ്പോഴാണ് ആ കുട്ടി മനസ്സിലാക്കുന്നത്, സാറേ ഇങ്ങനെ ആരും ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാഷൂക്കാക്കി. മാഷൂക്ക് എന്നല്ല വേറെ വാക്ക പറഞ്ഞത്, ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥയിൽ എത്തിക്കോളാം എന്ന് നമ്മുടെ കുട്ടികൾ പറയുന്നൊരവസ്ഥ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ആത്യന്തികമായിട്ട് എല്ലാവരും അന്വേഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സമാധാനം എവിടുന്നാ കിട്ടുക? കുറെ പൈസ ഉണ്ടായാൽ സമാധാനം കിട്ടുമോ? പറ, കിട്ടുമോ? ഒന്നുകിലും ഉണ്ട്, അല്ല ഇല്ലാന്ന് പറ. ഉണ്ടോ? കിട്ടുമോ? വലിയ വണ്ടി ഉണ്ടായാൽ സമാധാനം കിട്ടുമോ? അതിനർത്ഥം വണ്ടി വേണ്ടെന്നല്ല, വണ്ടി വേണം. ഞാൻ വലിയ വണ്ടി തന്നെ വന്നത്, വണ്ടി വേണം. പക്ഷെ അതിന് സമാധാനം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കരുത്. വലിയ വീടുണ്ടായാൽ അതിന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. കുറെ കോടീശ്വരനായാൽ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം കോടീശ്വരന്മാർ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരാറുണ്ട്. ഞാൻ ഈ വലിയ വലിയ ബിസിനസ്സിൽ ട്രെയിനിങ്ങിന്, സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടി ഗൾഫിൽ ഒരുപാട് 4000-5000 സ്റ്റാഫൊക്കെ ഉള്ള 5000 ആളുകൾക്ക് വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ മുതലാളിമാർ 1000, 2000, 500
കമ്പനി സ്റ്റാഫൊക്കെ ഉള്ള വലിയ വലിയ മുതലാളിമാരൊക്കെ പറയും എന്താണ് alibaba.com. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന alibaba.com-ന്റെ ആളാണ് ജാക്മ. ഈ ജാക്മ എന്ന് പറയുന്ന ചൈനക്കാരൻ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ വലിയ ബംഗ്ലാവുകളും സംവിധാനങ്ങളും എല്ലാം ഉള്ള ആളാണ്. ജാക്മ അടുത്ത കാലത്ത് പറഞ്ഞത് ഞാൻ ഇതിനൊക്കെ രാജിവെക്കുകയാണ്, ഇതിലൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല എന്നാണ്. അതേപോലെ അങ്ങനെ പലരും പറയുന്നുണ്ട്. വലിയ എവിടൊക്കെയോ മേഖലയിൽ വിരാജിച്ചിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതിനൊന്നും സമാധാനം കിട്ടുന്നില്ല. യോഗീശ്വർ ദത്ത് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ ശതകോടീശ്വരനായിരുന്നു. ഏകദേശം 700 കോടി രൂപയുടെ ബിസിനസ് മുഴുവനും 688 കറശായ വസ്ത്രവും ധരിച്ച് ഹിമാലയ സാനുക്കളിൽ സമാധാനം കിട്ടാൻ വേണ്ടി ധ്യാനത്തിലിരിക്കുകയാണ് ഇപ്പോൾ. അയാളെ ബിസിനസ് ഒക്കെ ഒഴിവാക്കി എനിക്ക് വേണം എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഏൽപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് സമാധാനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഹിമാലയത്തിൽ പോയതാണ്. സത്യം പറഞ്ഞാൽ ഹിമാലയത്തിൽ നല്ല സമാധാനം കിട്ടുക, കൽബിന്നാണ് സമാധാനം കിട്ടുക. അത് എവിടെയാണെങ്കിലും കിട്ടും. അതെങ്ങനെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ചർച്ച അതായിരുന്നു. ഈ നമ്മുടെ കുറേ സ്ത്രീകൾ, ഇത് എൻ്റെ പെണ്ണുങ്ങളെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ള വിഷയം. അല്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം ചെലവഴിച്ച് കുറേ ഖുർആൻ ഓതി, കുറേ നിങ്ങൾ ദിക്ർ ചൊല്ലി, നിങ്ങൾ കുറേ തസ്ബീഹ് ചൊല്ലി, ഒന്നും ഉപകാരപ്പെടില്ല. നിങ്ങൾക്ക് സമാധാനം കിട്ടാനുള്ള ആത്യന്തികമായ വഴി അത് ഖുർആനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അല്ല പറഞ്ഞു സമാധാനം കിട്ടാനുള്ള വഴി അത് ദിക്റുല്ലാഹി ആണ്. ദിക്റുല്ലാഹിക്ക് രണ്ടർത്ഥം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സമാധാനം കിട്ടാനുള്ള വഴിയാ പറയുന്നത് കേട്ടോ. എന്നിട്ട് അത് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടെന്നും കൂടി ഞാൻ പറയും. അപ്പൊ അതിന്റെ ആ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആവും. സമാധാനമാണ് ആത്യന്തികമായിട്ടാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അലാബി ദിക്രില്ലാഹി, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക. തത്മഇന്നുൽ ഖുലൂബ്. ഇനി എന്റെ ചോദ്യം, അള്ളാഹുവിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാ 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 ഇങ്ങനെ അതാണോ അള്ളാഹിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ? അല്ല, അത് ചുണ്ടുകൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമാണ്. ആ പറച്ചിൽ കൊണ്ട് കൽബിയായ സ്മരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിടെ ചില ആൾക്കാരെ ദിക്റുള്ള അള്ളാഹിന്റെ സ്മരണ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഓർക്കലാണെന്ന് വിചാരിച്ച്. അതല്ലത്. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കിട്ടാത്തത്, കിട്ടാതിരുന്നാൽ എന്താണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുള്ളാക്ക് രണ്ടർത്ഥമുണ്ട്. ഒന്ന് റബ്ബിന്റെ സ്മരണ, മറ്റൊന്ന് മുത്തുനബി എന്ന് അർത്ഥമുണ്ടതിന്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1000-ലധികം പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ദിക്റുള്ള, അതിൽപ്പെട്ട വേറെ പേരാണ് സൈഫുള്ള, വേറെ പേരാണ് ഹിസ്ബുള്ള, വേറെ പേരാണ് നജ്മു സാഖിബ്. റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ദിക്റുള്ള, സയ്യിദുനാ ദിക്റുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടാവുന്ന ആയത്തിന് മുഫസ്സിരീങ്ങൾ അർത്ഥം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പെണ്ണ് സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കണം. എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നതെന്ന് ഞാൻ പറയാം. ചെല്ലലിന് അല്ലെങ്കിൽ ഈ പറച്ചിലിന് ഇതിനൊന്നും ഒരു കുറവുമില്ല. സ്വഭാവം നന്നാവാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. അയൽവാസിയെ കണ്ടുകൂടാ, കുടുംബത്തിലെ മുത്തച്ഛനെ കണ്ടുകൂടാ, നാത്തൂനെ കണ്ടുകൂടാ, അമ്മായിമാനെ കണ്ടുകൂടാ, ഇളച്ചിനെ കണ്ടുകൂടാ, അപ്പുറത്തുള്ള ആളെ കണ്ടുകൂടാ, ഇപ്പുറത്തുള്ള ആളെ കണ്ടുകൂടാ. അപ്പൊ നിങ്ങൾ ചെല്ലിയ ഖുർആൻ എവിടെ ഉപകാരപ്പെട്ടില്ലല്ലോ. കാലാകാലം ഖുർആൻ ഇങ്ങനെ ഓതുക, അല്ല പള്ളിയിൽ ഇങ്ങനെ പോവാ, ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു, ഇവിടെ ദിക്റിന്റെ തസ്ബീഹ് ഇട്ടിരിക്കുന്നു. സ്വഭാവം നല്ലതല്ല. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഒറ്റ വാക്കിൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഇസ്ലാം എന്താണ്, ഞാൻ ഒറ്റ വാക്കിൽ പറയും ഹുസ്നുൽ ഖുലുഖാണ് ഇസ്ലാം. സൽ സ്വഭാവം, നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാം. അപ്പൊ കുറെ ചൊല്ലി പറയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് അയൽവാസിയായിട്ട് നല്ല ബന്ധത്തിലല്ല, ആ പെണ്ണിന്റെ അമല് സ്വീകരിക്കൂലാന്ന്. ആ പെണ്ണ് മൂത്തച്ചിയായിട്ട് ദേഷ്യത്തിലാണ്, ഇളച്ചിയായിട്ട് ദേഷ്യത്തിലാണ്, നാത്തൂനായിട്ട് കച്ചറയിലാണ്, അമ്മായിമായിട്ട് അല്ലെ മരുമകളായിട്ട് പ്രശ്നത്തിലാ. ചില അമ്മായിമാരില്ല, അങ്ങനെ അമ്മായിമാരുണ്ട്. കുറെ നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് ആ നിസ്കാര മുസല്ലയിൽ അങ്ങനെ ഇത് ചെല്ലുന്നുണ്ടാവും. മരോളെ ഇടങ്ങാറാക്കലാണ് ഫുൾ ടൈം പണി. ആ പെണ്ണ് ചെല്ലൊക്കെ വെറുതെയാണ്. ആ ചെല്ലുന്നതിന്റെ ഒരു ലെവലേശം മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ മരോളെ ഇടങ്ങാറാക്കൂല. പിന്നെ ആരാണ് ഇവിടെ തികഞ്ഞ ആൾക്കാരുള്ളത്? ഇവിടെ ആക്രിപത്ത് നന്നായി മരിക്കുന്ന ഉറപ്പുള്ളവരുടെ ഒന്ന് കൈപൊക്കേ. പൊക്ക് ഉറപ്പ് എനിക്ക് കാണാൻ വേണ്ടിട്ടാ. പ്രൈവറ്റ് ആയിട്ട് ഞങ്ങൾ വീട്ടിൽ ഒന്ന് ദ്വാർപ്പിക്കും. ആക്രിപത്ത് നന്നാവുന്ന ഉറപ്പുള്ളവരുടെ കൈപൊക്ക്. എനിക്ക് ഉറപ്പില്ല, എന്റെ ഓരോ ഉറപ്പുമില്ല. എനിക്ക് ഉറപ്പില്ലാതെ മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല എന്നാ. സ്വഹാബാക്കൾക്ക് ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല ആക്രിപത്തിന്റെ കാര്യത്തിൽ. എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ നരകം, ബാക്കിയുള്ളവരുടെ പരലോകം പ്രവചിക്കാൻ നടക്കുന്നത് ഓരോരുത്തരുടെ. അമ്മായിമക്ക് എന്ത് അധികാരം, മരുവൾക്ക് എന്ത് അധികാരം, നാത്തൂന് എന്ത് അധികാരം? ഇതെന്താ പറയുക, കുടുംബത്തിൽ നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഈ ഒരു ഹദീസിൽ വിശ്വാസങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഹദീസ് 2 രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൻ നാസു. മറ്റൊരു ഹദീസിൽ അൽ മുസ്ലിമു മൻ സലിമൻ മുസ്ലിമു, രണ്ടും ഉണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഒരു നല്ല മുസ്ലിമായ മനുഷ്യൻ ആരാണെന്നാ പറയുന്നത്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാണ്? മുസ്ലിമു എന്നുള്ള ഹദീസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് തൽക്കാലം. ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാണ്?
അതായത് എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും എൻ്റെ സംസാരങ്ങളെ കൊണ്ടും മറ്റൊരാൾക്കും ഒരെടങ്ങേറും ഇല്ലെങ്കിലാണ് ഞാൻ മുസ്ലിം ആവുന്നത്. എൻ്റെ സംസാരം മരോൾക്ക് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മായിമ്മക്ക് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ, നാത്തൂന് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ, ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, മക്കൾക്ക്, അയൽവാസിക്ക് ഇടങ്ങാറാവുന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. മുസ്ലിം ആവാതെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല, അവിടുന്ന് റിജക്ട് ചെയ്ത് പറഞ്ഞേക്കും അവിടുന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഈ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലേ? അറിയില്ല. നിസ്കാരം സ്വീകരിച്ചോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഖുർആനിൽ ഒരു മാനദണ്ഡം പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അത് ഖുർആനിൽ പറയുന്നുണ്ട്. ടെൻഷനുള്ള ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറത് ദുനിയ വൽ ആഖിറ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്ത്? നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവില്ല ട്ടോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് ഈ ലോകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ ലോകത്ത്, ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ മേഖലയിൽ എല്ലാ ദിവസവും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഡിപ്രസീവ് സ്റ്റേറ്റിൽ പോയ ആളുകൾ, അങ്ങനെ ഓരോ ഇടങ്ങറായിട്ട് മാനസികമായ പ്രയാസങ്ങൾ, അതിനൊക്കെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട്, വിറ്റോൺ പേഴ്സണാലിറ്റികളുണ്ട്. എന്താണ്? അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പലതരത്തിൽ ഫോബിയാക്കായി മാറിയവർ, മാനിയാക്കായി മാറിയവർ, ഒരുപാട് ഡിസോർഡറുകളുണ്ട് ഈ വിഷയത്തിൽ. പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഡിസോർഡറുകളാണ്. ഇതിലൊക്കെ ജനങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. എന്റെ വാക്കല്ല, ഖുർആനിലുണ്ടത്. മൻ തബിയ ഹുദായ, ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. എന്താ അതിന്റെ അർത്ഥം? ഓന് ടെൻഷനും ഉണ്ടാവില്ല, ആങ്സൈറ്റി ഉണ്ടാവില്ല എന്നതിന്റെ അർത്ഥം. അവിടെ ഖൗഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആങ്സൈറ്റിയാണ്. വിശാലമായ അർത്ഥത്തിൽ ഞാൻ പറയാണ്, ആങ്സൈറ്റി ആണ്. അവിടെ ഹുസ്ൻ എന്ന് പറഞ്ഞ അർത്ഥം ടെൻഷനാണ്. എന്ന് പറഞ്ഞാൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ഇടങ്ങേറ്. അതിപ്പോ അങ്ങനെ ആയല്ലോ, അതിപ്പോ എന്തേ അങ്ങനെ ആയത്, അങ്ങനെ ആയല്ലോ, ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെയുള്ള ആവലാതി, അതാണ് ഹുസ്ൻ, അതാണ് ടെൻഷൻ. നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്ക, എന്താ ആവാ, അതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതാണ് അവിടെ ഖൗഫ്. പേടി എന്നുള്ള ഖൗഫ് അല്ല അവിടെ ആ വാക്കിൽ പ്രയോഗിക്കുന്നത്. ഇത് രണ്ട് മുഅ്മിനായ മനുഷ്യരുണ്ടാവില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ പെണ്ണുങ്ങൾ ആണെങ്കിലും ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ ഈ ചൊല്ലി ദിക്റും, നമ്മൾ ഈ ചൊല്ലി സ്വലാത്തും, നമ്മൾ ഈ ചൊല്ലി ചെറിയ നിസ്കാരവും ഖുർആൻ പാരായണം കൊണ്ട് നമ്മൾ എന്തേ ഒരു ദിക്റുല്ലാഹിയുടെ, ഒരു മുത്മഇന്നത്തുൽ ഖൽബിന്റെ അവസ്ഥയിലേക്ക് എന്തേ എത്താത്തത്? ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് നിസ്സാരമായ വിഷയമല്ല കേട്ടോ, ആത്യന്തികമായ വിഷയമാണ്. ഒരാൾക്ക് സ്വർഗത്തിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് മാക്സിമം ദുനിയാവിൽ ഇങ്ങനെ പാലക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം, തൃശ്ശൂർ, കോഴിക്കോട്, മണ്ണാർക്കാട് ഒക്കെ പോവാം. നമുക്ക് മരിച്ചാൽ അതിനുള്ളിൽ അനങ്ങാൻ കഴിയില്ല. അവിടെ ഈ പറയപ്പെട്ട റൂട്ടിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ മലക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ചെറിയ സെറ്റ്, അത് നടക്കൂല മക്കളെ, നടക്കൂല. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതിന് വിശദീകരിക്കാൻ ഇമാമിയങ്ങൾ വന്നത്, അത് വിശദീകരിക്കാൻ താബിയങ്ങൾ, താബിയങ്ങൾ, ഇന്നത്തെ കാലത്ത് ആലിമീങ്ങളും സാദാത്തുക്കളൊക്കെ വന്നത്, അത് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാരൊക്കെ വന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും, എല്ലാ വഴികളും ഇവിടെ കറക്റ്റ് മനസ്സിലായിട്ടും, ഇവിടെ ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും അത് ചെയ്യാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. അതിൽ പരമപ്രധാനമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ 80 വർഷക്കാലം നീണ്ടു നിന്നൊരു പഠനം ഉണ്ടായിരുന്നു. 80 വർഷം, സാധാരണ 5, 10, 20 വർഷമൊക്കെ മാക്സിമം പഠനങ്ങൾ ഉണ്ടാവുക. 80 വർഷക്കാലം നീണ്ടു നിന്നൊരു പഠനം. ആ പഠനം തുടങ്ങിയ ആൾക്കാർ ആ പഠനം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിപ്പ് പോലും ഇല്ല. പഠനം തുടങ്ങിയ അതിന്റെ പ്രൊഫസർമാര് അവരൊക്കെ മരിച്ചുപോയിട്ട് ബാക്കിയുള്ളവരാ പഠനം പൂർത്തിയാക്കുന്നത്. എന്താണ് ആ പഠനത്തിൽ അവർ പഠിച്ചതെന്നറിയോ? ലോകത്ത് ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്ന ആളുകൾ ആരാണ് എന്നാണ് പഠനം. അവർക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരോഗ്യത്തോടെ ദീർഘായുസ് കിട്ടുന്ന ആളുകൾ, സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾ ആരാണ്? എന്നിട്ട് അവർ കണ്ടെത്തിയതെന്നറിയോ? ബന്ധങ്ങളെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവർ. എന്നിട്ട് 3-4 ബന്ധങ്ങളെ പ്രത്യേകം അവർ പരാമർശിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്നവർ, ബാപ്പയും മക്കളും, ഉമ്മയും മക്കളും നല്ല രീതിയിൽ ജീവിക്കുന്നവർ, സഹോദരന്മാര്, അതുപോലെ റിലേറ്റീവ്സ് നന്നായി ജീവിക്കുന്നവർ, അയൽവാസികളുമായിട്ട് നല്ല ബന്ധമുള്ളവർ, പിന്നെ കൂട്ടത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളുമായുള്ള ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നവർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മനസ്സമാധാനത്തോടെ കൂടുതൽ കാലം ജീവിക്കുന്നത് എന്ന് ആ പഠനത്തിൽ അവർ പറയുന്നു. പക്ഷെ മനസ്സമാധാനം എന്ന് പറയുമ്പോൾ ആത്യന്തികമായ മനസ്സമാധാനം അതല്ല കേട്ടോ, അത് വേറെ. നേരത്തെ പറഞ്ഞ മുത്മഇന്നത്താണ്. ഖുർആനിൽ സ്ഥലത്ത് പറഞ്ഞു, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ്യ ഫദ്ഖുലി ജന്നതി ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് അള്ളാഹ് വിതരണം ചെയ്യാണ് ഇവിടെ, അല്ലെങ്കിൽ മലക്കുകളിലൂടെ അത് അറിയിക്കുകയാണ്. ആർക്ക്? മുത്മഇന്നത്തായ സമാധാനമുള്ള ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിട്ട് ഇത് വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം, ദയവായി ചിന്തിക്കണം. എന്തെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകാനുള്ള ബേസിക് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ടെൻഷനും ആങ്സൈറ്റിയും ഇല്ലാത്ത, ഹൗഫും ഹുസ്നും ഇല്ലാത്ത അവസ്ഥ നിർബന്ധമാണ്. അല്ലാത്ത ആൾക്കാർക്ക് സ്വർഗത്തിൽ ചാൻസ് കിട്ടൂല. അല്ലാഹു തആല നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ.
ആമീൻ പറഞ്ഞാൽ പോലെ വീട്ടിൽ പോയിട്ട് പണിയെടുക്കണം. എവിടുന്നാണ് എനിക്ക് ടെൻഷൻ വരുന്നത്, എവിടുന്നാണ് എനിക്ക് ആങ്സൈറ്റി വരുന്നത് ചിന്തിക്കണം. തവക്കുലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മക്കളെ ആങ്സൈറ്റി വരിക? എല്ലാം കഴിയുന്ന പടച്ചവൻ എനിക്കുണ്ടല്ലോ, ആ പടച്ചവൻ ഞാൻ തവക്കൽത്തു അല്ലാന്ന് പറയുന്നു. പിന്നെ ആ ചങ്ങായിക്ക് എവിടുന്നാണ് ആങ്സൈറ്റി വരിക? നമ്മളെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവക്കൽത്തു അല്ലാന്ന് പറയും, എന്നിട്ട് പറയും നാലൊരു സമാധാനം ഇല്ല എന്ന് പറയും. അതെങ്ങനെ തവക്കലാവാ? അള്ളാഹിനെ വിശ്വാസം ഇല്ല എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന് വലിയൊരു ഉറപ്പില്ല, പടച്ചവൻ ചിലപ്പോൾ പറ്റിക്കും, അതല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്തുണ്ട്? ഖദറുകളായുള്ള വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ ഇതിൽ വേറെ, ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാം കൂടി വിശദീകരിക്കാൻ സമയം മതിയാവില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക ഇതാണ്: സമാധാനപൂർവമായ ജീവിതമാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിന് ബന്ധങ്ങളിൽ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചത്, ആഖിബത്ത് നന്നായി മരിക്കുന്ന ചിന്തിക്കുന്ന ഉറപ്പുള്ള ആൾക്കാർ ഇവിടെ ആരുമില്ല, ഞാനുമില്ല, ആരുമില്ല, ആർക്കും ഉറപ്പില്ല. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: അപ്പൊ എന്നാ അമ്മായിമാക്ക് മരുവോളെ കുറ്റം നോക്കുന്നത് നിർത്തിക്കൂടെ? ഈ അമ്മായിമാക്ക് അമ്മായിമാന്റെ ആഖിബത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ? മരുവൾക്ക് മരുവളുടെ ആഖിബത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ? ഭർത്താവിന് ഭർത്താവിന്റെ ആഖിബത്തിനെ കുറിച്ച് ചിന്തിച്ചൂടെ? പിന്നെ ഭാര്യന്റെ ആഖിബത്ത് ഭാര്യക്ക് ചിന്തിച്ചൂടെ? ഏട്ടന്റെ ഇവിടെ ആരാണ് പൂർണ്ണരായ ആൾക്കാരുള്ളത്? മറ്റവനെ കുറിച്ചും ഇങ്ങനെ കുറെ കുറ്റം കണ്ടുപിടിക്കാൻ നിങ്ങളെവിടെ നന്നായി, എന്നിട്ടല്ല ബാക്കിയുള്ള കാര്യങ്ങള്. സ്വഹാബത്ത് മുഴുവനും പേടിച്ചാ ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ നോക്കിയിട്ട് ഉമറും ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന അങ്ങനെ നേരെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേളയിൽ, മനസ്സിലാക്കണം നമ്മള്, നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം എന്നുള്ള വാക്ക് പോലും അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ ഒരു വേർഡിനോട് നമ്മൾ പറയാൻ പാടില്ല. കള്ളം തന്നെ പറയാം, ചേർത്ത് പോലും പറയാൻ പാടില്ല, അത്രയും പരിശുദ്ധരാണ് അവര്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് കൊടുത്ത ആളാ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത്. എന്നിട്ട് ആ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് ഒരു സ്വഹാബിയെ വിളിച്ചു. ഹുദൈഫ റളിയല്ലാഹു അൻഹു, ഹുദൈഫത്തുൽ യമാൻ, സ്വാഹിബു സിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില സ്വഹാബികളുടെ അതിൽപ്പെട്ട പ്രധാനിയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത്, എന്താ നിങ്ങളുടെ അടുത്ത് മുനാഫിഖീങ്ങളായ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് റസൂലുള്ളാഹി തന്നിട്ടുണ്ടല്ലോ, അതെനിക്കറിയാം. എത്ര ആളുകൾ മുനാഫിഖീങ്ങളാണ് ഹുദൈഫ. നമ്മുടെ കൂടെ വന്നിരിക്കും, പള്ളിയിലൊക്കെ ഉണ്ടാവും, പക്ഷെ ആളുകൾ നിഫാഖിന്റെ ആളുകളാണ്, അവർ വിശ്വാസികൾ അല്ല, പിഴച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട്. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ് മരിക്കുന്ന സമയത്ത്, എന്ത് ഹുദൈഫയെ ആ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടോന്ന്? ആര്? ഉമറും ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് കൊടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിന്റെ ആഖിബത്ത് നന്നാവുമോ എന്നുള്ള പേടി. ഞാൻ റസൂൽ തന്നെ ഉറപ്പ് വന്നിട്ടുണ്ടല്ലോ, ഒരു പേടിയില്ല എന്നല്ല അവര് പറഞ്ഞത്, അവര് പേടിയിലായിരുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: ഈ പേടി ഉണ്ടാവേണ്ട അമ്മായിമ്മ എങ്ങനെയാണ് മരുവളെ കുറ്റം കണ്ടെത്തുക? ഈ പേടി ഉണ്ടാവേണ്ട ഒരാൾ അതിന്റെ അർത്ഥം നിർദ്ദേശങ്ങൾ കൊടുക്കരുത് എന്നല്ല, നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും. ഭാര്യക്ക് ഭർത്താവിന് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും, മാതാപിതാക്കൾ മക്കൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നോ പറയേണ്ടി വരും, അതൊക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ കുറ്റം നോക്കി നടക്കാൻ നമുക്ക് എവിടെയാണ് അധികാരമുള്ളത്? തിരുത്തി കൊടുക്കണം. അത് കൂഅംഫുസക്കും അഹ്ലീകുന്നാറ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ഭാര്യന്റെ അടുത്ത് തെറ്റുണ്ട്, ഞാൻ തിരുത്തി കൊടുക്കണം. അത് കുറ്റം പറയലല്ല. എന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാര്യ തിരുത്തി തരണം, അത് കുറ്റം പറയലല്ല, അത് നരകത്തിൽ നിന്നെ രക്ഷിക്കലാണ്. അത് കുറ്റം പറയലായിട്ട് എനിക്ക് തോന്നി എന്റെ കഥ കഴിഞ്ഞ്, എന്റെ ഭാര്യയ്ക്ക് തോന്നി എന്റെ ഭാര്യന്റെ കഥയും കഴിഞ്ഞ്. കുറ്റം പറയാന്നുള്ളതല്ല, അത് തിരുത്തി കൊടുക്കുക. കാരണം എന്താ പറയുക, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലാവില്ല, വേറെ ആൾ പറഞ്ഞു തരണോ? അതിന് വേണ്ടിയിട്ടാണ് ആ സംവിധാനം വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പല കുടുംബങ്ങളിലും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും ചെറിയ കാര്യത്തിന്റെ പേരിൽ മിണ്ടാതിരിക്കുക. ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന 15 വർഷമായിട്ട് ഈ മേഖലയിൽ നമ്മൾ കാണുന്നതാണ്. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ മതി, അതിന്റെ പേരിൽ മിണ്ടാതിരിക്കുക. ഇതെന്താ സംഭവം എന്ന് പറയാം. എനിക്ക് ഈ ഇബ്ലീസ് സ്വർഗത്തുനിന്ന് പുറത്താവാൻ എന്താ കാരണം? ഇബ്ലീസ് എന്താ തെറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞേ? ഇബ്ലീസ് വ്യഭിചാരം ചെയ്തോ? പറ. ഇങ്ങനെ വ്യഭിചാരിയാ? ഇബ്ലീസ് വ്യഭിചാരിയാ ആണോ? ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഇബ്ലീസ് വ്യഭിചാരിയാണോ? അല്ല. ഇബ്ലീസ് മോശം നടത്തിയതാ? ഇബ്ലീസ് അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞോ? അത് പോലും പറഞ്ഞിട്ടില്ല. എന്തേ കാട്ടിട്ടുള്ള? ആകെ അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ, അല്ലേ? ഇതെല്ലാം ആകെ ഉണ്ടായത്. ഇബ്ലീസ് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇബ്ലീസ് അള്ളാഹനെ അവിശ്വസിക്കുക പോലും ചെയ്തിട്ടില്ല. അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് ആകെ ചെയ്യുന്നു ഞാൻ വലിയ ആളാന്ന് പറഞ്ഞു. അള്ളാഹ് പറഞ്ഞു ഇത് ദാറുസ്സലാമാ, ദാറുസ്സലാമിൽ ഈ ചിന്തയുള്ള ആൾക്കാരെ പറ്റൂല, ഗെറ്റ് ഔട്ട്. അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ച് വിട്ടതാണ് ഇബ്ലീസിനെ. അപ്പൊ എന്താ, ഞാനെപ്പോഴും ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. 5.5 ലക്ഷം കൊല്ലം 5.5 ലക്ഷം കൊല്ലം ഇബാദത്ത് ചെയ്ത ആളാണ് ഇബ്ലീസ്. പക്ഷെ ആള് രക്ഷപ്പെട്ടിട്ടില്ല. അപ്പൊ കുറെ ഇബാദത്ത് ചെയ്താൽ മാത്രം രക്ഷപ്പെടില്ല, സംഗതി ക്ലിയർ ആവാതെ എന്നാണ് പറയുന്നത്. 90,000 കൊല്ലം അല്ലെങ്കിൽ 80,000 കൊല്ലം രണ്ടൊരു ഇതിലുണ്ട്.
80,000 കൊല്ലം മലക്കുകൾക്ക് ദർസ് നടത്തിയിട്ടുണ്ട് ആര്? ഇബ്ലീസ്. രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടൂല. സ്വഭാവം നന്നാവാതെ, നമ്മുടെ സ്വഭാവം നന്നാവാതെ, ഹൃദയം നന്നാവാതെ രക്ഷപ്പെടുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എത്രയോ കുടുംബത്തിൽ നമ്മൾ കാണുന്നതാണ്, ഓ എന്നോട് കല്യാണം പറഞ്ഞിട്ടില്ല, അത് മറന്നതായിരിക്കും എന്ന് വിചാരിച്ചാ പോരെ. കല്യാണം പറഞ്ഞത് മറന്നതായിരിക്കും എന്ന് വിചാരിച്ചാ പോരെ. ഞാൻ പറയാത്ത കല്യാണത്തിന് പോണ ആളാണ് ഞാൻ തെറ്റിദ്ധരിക്കല്ലേ. പന്തല് കണ്ടോടത്തൊക്കെ ഇറങ്ങുന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പറയാത്ത കല്യാണത്തിന് പോണ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. പറയാത്ത കല്യാണത്തിന് പോകാന്നല്ല. അതായത് എനിക്കറിയുന്നത് അയാൾ എന്നോട് കല്യാണം എന്നോട് പറയേണ്ടതായിരുന്നു, പക്ഷെ മറന്നുപോയതായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നേരത്തെ ചൊല്ലും, അല്ലാ ഞാൻ മറന്നുപോയതായിരുന്നു അബീബേ എന്ന് പറയാം. ഞാൻ പറയും എനിക്കിനി പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ വന്നത്. ഇയാൾ അത്ഭുതപ്പെടൂ. അവർക്ക് കണ്ണൂര് ഒരു പ്രധാനപ്പെട്ട ഒരു എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ ഒരു ഹൗസ് വാമിങ് നടക്കുക. അപ്പൊ ആ ഹൗസ് വാമിങ് എന്നോട് പറഞ്ഞില്ല. എന്നോട് പറയേണ്ടതാണ്, അദ്ദേഹം മറന്നുപോയതാണ് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മോശൻ എന്നോട് പറഞ്ഞു. അമ്മോശനും ഞാനോട്ട് ബന്ധുണ്ട്, നിങ്ങളോട് മൂപ്പർ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, ഞാൻ വെറുതെ ഒന്ന് പറയട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല, എങ്കിലും മിണ്ടണ്ട, ഞാൻ എന്തായാലും വരൂ. എന്നിട്ട് ഞാൻ ഹൗസ് വാമിങ് 4 മണിക്ക് അവിടെ എത്തി. എനിക്ക് തലേന്ന് തലശ്ശേരിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അതോ തലശ്ശേരിയിലല്ല, തളിപ്പറമ്പ് ഭാഗത്ത് എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് രാത്രി തലശ്ശേരി വേറെ പരിപാടി. അങ്ങനെ എനിക്ക് പോകാൻ പറ്റി. അപ്പൊ ഞാനിങ്ങനെ വന്നപ്പോൾ ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ട് പറച്ചോനെ ഞാൻ മറന്നതാണ് പറഞ്ഞു. അത് ഞാൻ മറന്നിട്ടില്ലല്ലോ, എനിക്ക് കുഴപ്പമില്ലല്ലോ. നമ്മളെ വേഗം ഈഗോ കയറും. എന്താ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇത്രയൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിട്ടും എന്നോട് അവസാനമാണ് പറഞ്ഞത്, അവസാനമാണ് എന്നോട് പറഞ്ഞത്. എന്താണ് അബീബിങ്ങളെ ഇതൊക്കെ? എന്താ അവസാനം, എന്താ ആദ്യം? മരിച്ചാൽ ഒരു വിലയില്ലാത്ത ഈ ശരീരം കൊണ്ട് നടന്നിട്ട് ആദ്യം പറഞ്ഞില്ല, അവസാനം പറഞ്ഞില്ല, എന്നോട് ചോദിച്ചില്ല, നിശ്ചയത്തിന് ക്ഷണിച്ചില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നു. നിശ്ചയത്തിന് ക്ഷണിക്കാത്തതായി ചെറിയ നിശ്ചയമാണെന്ന് കൂട്ടിയാൽ പോരെ. ഞാൻ നിശ്ചയത്തിന് പോകാതെ എന്നോട് കല്യാണം മാത്രം പറഞ്ഞു, അല്ല നിക്കാഹ് എന്നോട് പറഞ്ഞില്ല, കല്യാണം മാത്രം പറഞ്ഞു. ഇവിടുന്ന് ഒരു കുട്ടി പോവില്ല. കുട്ടി അല്ലെങ്കിൽ ഒറ്റക്ക് പോകാറില്ല, വലിയ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ പോവുള്ളൂ കുട്ടികൾ. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ അവസ്ഥ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്ലീസിന്റെ കഥ പറഞ്ഞ എന്തിനാ? കിബിറാണ്, ഇതെല്ലാം കിബിറാണ്. ഇതൊന്നും മാറണം നമുക്ക്. അള്ളാഹു നമുക്ക് മാറാനുള്ള തൗഫീക്ക് നൽകട്ടെ. എൻ്റെ ഈ ക്ലാസ് കേട്ടോണ്ട് നിങ്ങൾ കിബിറൊക്കെ പോകില്ല, എനിക്ക് ഉറപ്പാണിത്. പക്ഷെ ഇത് ഒരു ചിന്തിക്കാനൊരു തുടക്കെങ്കിലും ഉണ്ടായാലും അൽഹംദുലില്ലാ, ആ നിലക്കാണ് ഇത് പറയുന്നത്. അല്ലാതെ എൻ്റെ ഈ ക്ലാസ് കേട്ടോണ്ട് ഇവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് കിബിർ മൊത്തം ഡിലീറ്റ് ആക്കിയിട്ട് കിബിർലെസ് പേഴ്സൺസ് ആയിട്ട് നിങ്ങൾ മാറും, ഓരോ അഭിപ്രായം എനിക്കില്ല. ഒരാൾ വീട്ടിൽ പോയിട്ട് ഇത് ചിന്തിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷേ അയാളാ പറഞ്ഞത് ശരിയാണല്ലോ, കിബിറല്ല നമുക്കിപ്പോ ഈ വർക്ക് ചെയ്യുന്നത്. കിബിറുള്ള ആൾക്കാരെ പറ്റി എന്താ പറഞ്ഞത്? വലം യജിദിന റീഹാന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ സുഗന്ധം പോലും കിട്ടില്ല എന്നാ. എന്നിട്ട് സ്വർഗമല്ല, സ്വർഗത്തിന്റെ സുഗന്ധം ഒരുപാട് അപ്പുറത്തേക്ക് അടിച്ചു വീശുന്നതാ, വർഷങ്ങളുടെ ദൂരത്തേക്ക് അടിച്ചു വീശുന്നത്. ആ സുഗന്ധം പോലും ഈ ചങ്ങന്മാർക്ക് കിട്ടൂല എന്ന്. പിന്നെ ഈ അമ്മായിമായി, മൂത്തമ്മായി, അമരോന്, അമ്മോശന്, പ്യാപ്പള ഒക്കെ പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നമാണ്. നമ്മൾ സംയമനത്തിന് ചാൻസ് ഉണ്ടോന്നോ നോക്കേണ്ടത്, പ്രശ്നത്തിന് ചാൻസ് ഉണ്ടോന്നോ അല്ല സഹോദരങ്ങളെ നോക്കേണ്ടത്. സംയമനത്തിന് ചാൻസ് ഉണ്ടോ നോക്കണം. എവിടെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ചാൻസ് ഉണ്ടോ അവിടെ വേഗം കയറി പിടിക്കണം. ഒരാൾ ഇപ്പൊ നമ്മൾ ഈ പിന്നെ കുറിച്ച് ഒരാൾ തെറ്റു പറഞ്ഞു, അത് മറ്റേ ആൾ പറയും. ഈ പെണ്ണുങ്ങളുടെ സംസാരം നന്നായി ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ വളരെയധികം സംസാരിക്കുന്നവർ, ഇവിടെ സദസ്സിൽ സംസാരിക്കുന്നതല്ല പറയുന്നത്. ഒരു കാര്യം കെട്ടിക്കഴിഞ്ഞാൽ അതിൽ 2 ആഡ് ചെയ്തിട്ടാണ് അടുത്ത ആളോട് പറയാം. വേറെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനടുത്ത് വേറെ 2 ആഡ് ചെയ്തിട്ടാ പറയാം. ഇത് ഒരു 10 ആളെടുത്ത് എത്തുമ്പോഴത്തേക്കും ആ കഥ എൻറ്റയർ സ്റ്റോറി മാറിയിട്ടുണ്ടാവും. എവിടുന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞ ആൾ ഉദ്ദേശിച്ചപ്പോൾ അതിൻ്റെ ഒരു പോയിന്റ് കാര്യം ഈ പെണ്ണ് വേറെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവാ. അത് ശരി, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വീട്ടിൽ 2 മരുക്കൾ, ഇവിടെ മരുക്കൾ എന്നല്ല പറയാ, ആങ്ങളാരോ ആണുങ്ങളെ ഭാര്യമാർ 2 മരുക്കളുണ്ട്, ഒരു നാത്തൂനുണ്ട്. ഒരു ഉദാഹരണം പറയാം കേട്ടോ. അപ്പൊ ഇവർ രാവിലെ തീരുമാനിച്ചു നമുക്കൊന്ന് ഉച്ചക്ക് എന്ത് ചെയ്യണം, 3 മണിക്ക് 3 ആൾ കൂടി വന്നിട്ട് ഒരു പ്രത്യേകമായ ഒരു ഡിഷ് ഉണ്ടാക്കണം, ഒരു ഫുഡ് ഉണ്ടാക്കണം എന്ന് ഇവർ 3 ആളും കൂടെ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ വലിയ നാത്തൂന്, അതും വലിയ മരുവള് വന്ന്, നാത്തൂനും വന്ന്, ഭർത്താവിന്റെ പെങ്ങളും വന്ന്, ചെറിയ മരുവള് വന്നില്ല. അപ്പൊ നാത്തൂൻ പറഞ്ഞു പോയിട്ട് ഓളെ വിളിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ മരുവള് ഒരു തലവേദനയായിട്ട് ഇങ്ങനെ ക്ഷീണിച്ച് കിടക്കാം. എടാ എനിക്ക് നല്ല തലവേദനയായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് ഇവള് പറഞ്ഞു. ഈ മരുവള് നാത്തൂനോട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്ക് വരാൻ സൗകര്യമില്ല എന്നാ പറഞ്ഞ്. വാക്കൊന്നങ്ങോട്ട് മാറ്റി, ഓക്ക് വരാൻ സൗകര്യമില്ല എന്നാ പറഞ്ഞ്. അപ്പൊ നാത്തൂന്റെ വാക്ക അല്ലെങ്കിൽ ഓൾ പണ്ടേ കിബറത്തിയാണ് എന്നും പറഞ്ഞ് ടൈമിൽ അങ്ങോട്ട് കയറി പിടിച്ചിട്ട് പിന്നെ ഇവര് 2 ആളും പിന്നെ അങ്ങോട്ട് തുടങ്ങിയാണ് ശീത സമരം തുടങ്ങിയിട്ട് ഓരോ നേരം അങ്ങോട്ട് അരിക്കാക്കലും, എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രതിനിധിയാക്കി ആ പെണ്ണിനെ മാറ്റലും മൊത്തം പ്രശ്നം തന്നെ.
അത് ശരിക്കും ഈ പെണ്ണെ അവിടെ പോയിട്ട് തെറ്റിദ്ധാരണ ഇല്ലാത്ത രീതിയിൽ വിശദീകരിക്കേണ്ടിയിരുന്നു. ഓള് നല്ല ക്ഷീണമായിട്ട് തലവേദനയായിട്ട് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നേ പറയണ്ടേ. അവിടെ ഓക്കെ വരാൻ സൗകര്യമില്ല. അങ്ങനെ നമ്മുടെ വാക്കിൽ നിന്നാണ് ബന്ധങ്ങൾ പലപ്പോഴും ഇല്ലാതാവുന്നത്. ഇത് പെണ്ണുങ്ങളെല്ലാം മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾ കുറച്ച് ബാക്കിലാണ്. ഈ പെണ്ണുങ്ങളല്ല ഭാഷനെ കുറിച്ച് പറയുന്നത് തന്നെ പോയറ്റിക്കൽ ലൈസൻസ്ഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളച്ച് തിരിച്ച് ഒടിച്ച് മുറിച്ച് കൂട്ടി എല്ലാം കൂടെ ഇങ്ങനെയൊക്കെയായിട്ട് അവതരിപ്പിക്കുക. ഒരു ഇത്ര ഉണ്ടാവുള്ള സാധനം അത് ഇങ്ങനായിട്ട് ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർപ്പിച്ചിട്ടാണ് സാധനം അവതരിപ്പിക്കുക. അതിൽ തന്നെ കുറെ ഉള്ളതും കുറെ ഇല്ലാത്ത എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. ഇത് ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഞാൻ നേരത്തെ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി, ആ ലിസാൻ എന്ന് പറഞ്ഞ വിഷയത്തിൽ പെടുന്നതാണ് ഇതെല്ലാം. നമ്മുടെ വാക്ക് കൊണ്ട് ഒരാൾക്ക് ഇടങ്ങേറുണ്ടാകാൻ പാടില്ല. നമ്മുടെ വാക്ക് കൊണ്ട് ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ ആ ഒരു ചിട്ടയിൽ വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. നമ്മൾ ആരും ഒന്നും ആയിട്ടില്ല. പിന്നെ ചില അമ്മായിമാർക്ക് പറയുമ്പോൾ ഞാനൊക്കെ പറയും, ചില അമ്മായിമാർക്ക് ഇതെടുക്കാൻ മറന്നു. ചില അമ്മായിമ്മമാർക്ക് സ്വന്തം മക്കള്, സ്വന്തം പെൺകുട്ടികളെ ഭർത്താവിന്റെ കൂടെ, അമ്മായിമാരെ ശ്രദ്ധിച്ചോളെ, ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, സ്വന്തം പെൺകുട്ടികൾ ഭർത്താവിന്റെ കൂടെ അങ്ങനെ എവിടെയെങ്കിലും കറങ്ങാൻ യാത്രയൊക്കെ പോയി എന്ന് കേട്ടാൽ നല്ല സന്തോഷമായിരിക്കും. ആ അമ്മായിമ്മ അമ്മായിന്റെ ഏട്ടത്തിക്കും അമ്മായിന്റെ അനിയത്തിക്കും എല്ലാവർക്കും വിളിച്ചു പറയും. പിന്നെ നമ്മുടെ ഫറഹയും പിന്നെ മോനും കൂടെ ഭർത്താവും കൂടെ ഇങ്ങനെ കൊടൈക്കനാലൊക്കെ പോയതാണ്. ഓ നല്ല മോനാ, മോളെയും കൊണ്ട് യാത്രയൊക്കെ പോകും, നല്ല പയ്യനാ, യാത്രയൊക്കെ പോകും, അവർ നല്ല യാത്രയൊക്കെ പോയതാണ് എന്നൊക്കെ വിളിച്ചു പറയും. അതേ സമയം അതായത് മോളും ഭർത്താവും പോയി കഴിഞ്ഞാൽ നല്ല യാത്ര, സ്നേഹയാത്ര, നല്ല മോന് നല്ല മോള്. അതേസമയം സ്വന്തം മകനും ഭാര്യയും യാത്ര പോയി കഴിഞ്ഞാൽ തെണ്ടലാണ് പണി എന്ന് പറയാം. തെണ്ടൽ, എപ്പോഴും തെണ്ടലാണ് പണി. ഇതെങ്ങനെ ഒന്ന് തെണ്ടലും ഒന്ന് യാത്രയായി മാറില്ല. അങ്ങനെ എനിക്ക് അതിന്റെ മാനദണ്ഡത്തിന് മനസ്സിലായിട്ടില്ല. അമ്മായിമാർ നിങ്ങൾ കൈ കിട്ടാൻ കാത്തിക്കാൻ കുറെ കാലം ചെയ്യാൻ ദേഷ്യം പിടിക്കരുത് കേട്ടോ. ഇത് കിട്ടുമ്പോൾ അല്ലത് പറയാൻ പറ്റുള്ളൂ. കാരണം കൺസൾട്ടിങ്ങിന് വരുമ്പോൾ മിക്കവാറും അമ്മായിമാർ വരൂല. അമ്മായിമാരുടെ അടുത്താണ് മൊത്തം പ്രശ്നം എന്നല്ല ഈ പറയുന്നത്. മരുവോള് ചിന്തിക്കേണ്ടത് എന്റെ അടുത്താണ് പ്രശ്നം എന്നാ, അമ്മായിമ്മ ചിന്തിക്കേണ്ടത് എന്റെ അടുത്താ പ്രശ്നം എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നവനാണ് നല്ലവൻ. അമ്മായിമാനെ മരുവോള് വിചാരണ ചെയ്യല്ല, അമ്മായിമാനെ വിചാരണ ചെയ്യുക. അതാണ് നല്ലവൻ, അതാണ് നല്ല ആൾക്കാരുടെ അടയാളം. നേരത്തെ ഞാൻ പറഞ്ഞു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരി ആയിരിക്കുന്ന സമയത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ പോകുന്ന ഒറ്റക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നാലെ കൂടി. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷമാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഒറ്റക്ക് ഇങ്ങനെ ആരുമില്ലാത്തൊരു തോട്ടത്തിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിൽ അനസ് റളിയല്ലാഹു അൻഹു പോയി. എങ്ങോട്ടാണ് ഖലീഫ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ മരത്തിന്റെ ഇങ്ങനെ ആ ഒരു ബാക്കിൽ കാണാത്ത രീതിയിൽ മാറി മാറി നടന്നുകൊണ്ടൊക്കെയാണ് അനസ് റളിയല്ലാഹു അൻഹു നടക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു കാണാതിരിക്കാൻ. അങ്ങനെ അവരിങ്ങനെ നടന്നു ചെന്ന് അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആരുമില്ല, പരിസരത്ത് ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തി ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തത്തെ വിചാരണ ചെയ്യാൻ. ഉമറേ നീ അള്ളാഹിനെ സൂക്ഷിക്കണം, ഉമറേ നീ അള്ളാഹിനെ പേടിക്കണം, ഉമറേ നീ നന്നാവണം എന്ന് പറഞ്ഞിട്ട് സ്വന്തത്തെ വിചാരണ ചെയ്യാൻ ഒഴിഞ്ഞ തോട്ടത്തിൽ പോയിട്ട്. ആര്? ഉമർ ഫിൽ ജന്ന എന്ന് പറയപ്പെട്ട ആള്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടി അതോടുകൂടി രക്ഷപ്പെട്ടില്ല മക്കളെ, രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, സ്വഭാവം നന്നാവാതെ രക്ഷപ്പെടില്ല. പറഞ്ഞാണത്, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സ്വഭാവം നന്നാവാതെ നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യം അള്ളാഹ് ഈ നിസ്കാരം ഇതെല്ലാം വെച്ചത് തന്നെ നന്നാവാനാ. വേറെ എന്ന് പറഞ്ഞു തരാം, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ നിസ്കാരം ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ഒരു സത്ത ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു അമ്മായിമ്മയും മരോളും ഇങ്ങനെ കച്ചറോടെ അവിടെ ഉച്ചക്ക് സമയത്ത് എന്തോ ഒരു കച്ചറ, ഒരു പ്രശ്നം, കച്ചറ എന്നൊക്കെ പറയില്ല ഇവിടെ കച്ചറ എന്ന് മനസ്സിലാവില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. അമ്മായിമ്മ പറയും ഞാൻ കാണിച്ചു തരാം, എനിക്ക് ഞാൻ ആരാ നിന്റെ വലിപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. അമ്മായിമ്മ ഞാൻ വലിയ ആളാന്ന് സ്ഥാപിക്കാൻ. മരോള് പറയാം ഞാൻ വെറുതെ വന്നൊന്നുമല്ല. ഇപ്പത്തെ പെണ്ണുങ്ങൾ കുറെ വർത്താനം ഇങ്ങോട്ടും പറയും. പണ്ടത്തെ മരുക്കളാണെങ്കിൽ പേടിച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ മാറി നിൽക്കുന്ന ടീമായിരുന്നു. ഇപ്പത്തെ മരുക്കള് വീട്ടൊക്കെ
ബിടെക്കും എന്താണ് സീടെക്കോ എംടെക്കോ എന്തൊക്കെ സാധനങ്ങളൊക്കെ പഠിച്ചിട്ട് വന്ന സെറ്റപ്പ് ടീമാണ്. അപ്പോൾ അവർ കുറച്ചൊക്കെ ഇങ്ങോട്ടും പറയും. അപ്പോൾ ഞാൻ വെറുതെ വന്നതൊന്നുമല്ല, ഞാൻ ആരും അടിമ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവരും പറയും. അപ്പോൾ ഞാൻ കാണിച്ചാറ് ഞാൻ വലിയ ആളാണെന്ന് അമ്മായിമ്മ, ഞാൻ വലിയ ആളാണെന്ന് മരുവള്. ഈ സമയത്ത് പള്ളിയിൽ നിന്ന് വാങ്ങ് എന്താ പറയുന്നത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നിങ്ങൾ രണ്ടാളുമല്ല വലുത്, അള്ളാഹു ആണ് വലുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കിബിർ ഒതുക്കാൻ വേണ്ടിയാണ് ഈ വാങ്ക് വന്നത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഒരാൾ കച്ചറ ഉണ്ടാക്കുമ്പോൾ ഞാൻ വലിയ ആളെന്നാ പറയുന്നത്, മറ്റേ ആൾ കച്ചറ ഉണ്ടാക്കുമ്പോൾ ഞാൻ വലിയ ആളെന്നാ പറയുന്നത്. പള്ളിയിലത്തെ മോദിയും വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ രണ്ടാളല്ല, അള്ളാഹു ആണ് വലുത് എന്നാ പറയുന്നത്. എൻ്റെ സഹോദരങ്ങൾ, സാന്ദർഭികമായ ഒരു കാര്യം പറയും. ഈ വാങ്ങ് കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ അങ്ങനെയാണ്, പരിഗണന വളരെ കുറവാ. മഹല്ലുകളിൽ ശരിക്ക് പ്രത്യേകമായ പീഠത്തിൽ പ്രത്യേകമായ ഒരു സ്റ്റേജ് പോലെ സംവിധാനം ഉണ്ടാക്കിയിട്ട് ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടുന്നത് മുഅദ്ദിനീങ്ങളാ. ആ സ്ഥാനം മുദരിസ്മാർക്ക് പോലും ഇല്ല. മുദരിസ്മാർക്ക് വേറെ സ്ഥാനമുണ്ട്. ആ സ്ഥാനം ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് ബാങ്ക് കൊടുക്കുന്ന ആൾ നിസ്സാരന്മാരായി കാണണ്ട. അവർ നാളെ ആഖിറത്തിൽ വലിയ സ്ഥാനമുള്ള ആൾക്കാരായിരിക്കും. അത് ഒരു അങ്ങനൊന്നും കാണണ്ട, ഭയങ്കര സ്ഥാനം അവർക്ക്. നമുക്കത് അറിയില്ല. ബാങ്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വലിയ സ്ഥാനമാണ് നാളെ. ഒരർത്ഥത്തിൽ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇവർ വാങ്ങ് കൊടുത്തത് കേട്ടിട്ടല്ലേ ആ നാട്ടുകാരൊക്കെ നിസ്കരിച്ചത് അല്ലേ? ഫലഹു അജുറും മിസ്ലു ഫായിലും ഉണ്ടല്ലോ, അത് ഇവർക്ക് ആ നിസ്കാരത്തിന്റെ മൊത്തം പ്രതിഫലം ഇവർക്ക് കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു പള്ളിയിൽ ഒരാൾ വാങ്ങ് കൊടുത്ത് കേട്ടിട്ട് നാട്ടുകാരൊക്കെ നിസ്കരിച്ചത്, അപ്പൊ ആ നാട്ടുകാർ നിസ്കരിച്ചതിന്റെ മുഴുവൻ പ്രതിഫലം ഈ വാങ്ങ് കൊടുത്തിട്ടല്ലേ, അപ്പൊ അത് ഇയാൾക്ക് കിട്ടും എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. മൊല്ലാക്കന്മാരെ നിസ്സാരപ്പെടുത്താൻ നിൽക്കണ്ട, ഭയങ്കര ടീമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിസ്കാരം എന്ന് പറഞ്ഞ് ഒരാൾ കുറെ നിസ്കരിക്കുന്നു, എന്നിട്ട് അയാൾ കിബിർ മാറുന്നില്ല. അപ്പൊ എന്താ? നിസ്കരിക്കേണ്ടത് നിസ്കരിച്ചിട്ടില്ല. കാരണം എന്താ? നിസ്കാരത്തിൽ മൊത്തം പറയുന്നു അല്ലാഹു അക്ബർ എന്നാണ്. ഞാൻ അല്ല, ഞാൻ പാവാണ് പഠിച്ചോനാ, ഞാൻ വലുതിട്ടോ. ഇതാണ് ആകെ പറയുന്നതിൽ. എല്ലാ സ്ഥലത്തും അതാ പറയുന്നത്. പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അതിൽ പറയുന്നത് എന്താ? ഞാൻ നിസ്സഹായനാണ് പഠിച്ചോൻ, എനിക്കൊരു കഴിവില്ല എന്നാണ് അതിൽ പറയുന്നത്. ഇയ്യാക നഅ്ബുദു, പിന്നെന്താ ഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ നിസ്സഹായനാണ്, ഐ ആം ഹെൽപ്ലെസ്. അതുകൊണ്ട് പഠിച്ചവനെ നീ ഒന്ന് ദയവായി എന്നെ സഹായിക്കണം. എന്റെ നിസ്സഹായതയുടെ പ്രഖ്യാപനമാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈനിൽ പറയുന്നത്. എന്നിട്ട് ആ പരമപ്രധാനമായ കാര്യം ചോദിക്കുകയാണ് നമ്മൾ. ഇവിടൊക്കെ നമ്മുടെ കൽബൊന്ന് വരണം. ഞാൻ പറഞ്ഞു വന്ന വിഷയമായിരുന്നു. മക്കൾ യാത്ര മോനും ഭാര്യയും യാത്ര പോകുമ്പോൾ അമ്മയമ്മക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ അങ്ങനെ? അത് പാടില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. മക്കൾ യാത്ര പോട്ടെ, ഈ പണ്ടത്തെ പോലല്ല. അപ്പൊ കുറെ പുതിയ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അമ്മായിമാര് പറഞ്ഞേ, എൻ്റെ ബാബ ചെയ്തലാക്കി ഞാനും ഇങ്ങനെ കുറെ യാത്ര പോയിട്ടല്ല ഒക്കെ ഉണ്ടായത് എന്ന് പറയും. അത് ശരി തന്നെയാണ്. പച്ചമലയാളത്തിൽ അർത്ഥം ഞാൻ ഇവിടെ പറയുന്നില്ല. ഞങ്ങളെന്നിങ്ങനെ കുറെ തെണ്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മോളും ഭർത്താവും പോകുന്നിടത്ത് ഈ ഡയലോഗ് വരൂല. അതെന്താ അവിടെ വരാത്തത്? ഉമ്മമാരെ നിങ്ങൾ പറയും, നിങ്ങൾ ശരിക്കും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യണം ശരിക്കും. അത് പറയും. അങ്ങനെ പറയുന്ന ഉമ്മമാർ എൻ്റെ കൈ കിട്ടണം, അവിടെ കൊടുക്കാൻ തോന്നുന്നു. ഞാൻ ഇരട്ടത്താപ്പാണി പറയുന്നത്. സ്വന്തം മോളും ഭർത്താവും യാത്ര പോയാൽ തള്ളക്ക് ഭയങ്കര സന്തോഷം. മോനും ഭാര്യയും പോയി കഴിഞ്ഞാൽ രാത്രി ഇവർ യാത്രയൊക്കെ കഴിഞ്ഞ് വരും. ഇവരേതോ അപ്പുറത്തൊരു ഇത് കാണാൻ വേണ്ടി മലമ്പുഴ, ഇവിടെ മലമ്പുഴയ്ക്ക് വലിയ ദൂരമൊന്നുണ്ടോ, അല്ലെങ്കിൽ മലമ്പുഴ കാണാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് കാണാനൊക്കെ പോയതാ. പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും തെണ്ടാൻ പോയിട്ടുണ്ട്. ഇവർക്ക് തന്നെ തെണ്ടലാ പണി. ഓൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പാത്രങ്ങൾ വരെ കഴുകാതെ അടുക്കളയിൽ കൂട്ടിയിടും. എന്തേ? ഓള് വന്നിട്ട് കഴുകട്ടെ, ഓള് തെണ്ടി വന്നല്ലേ, ഓൾ എൻ്റെ പാത്രം കഴുകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഞാൻ എന്നോടൊരാൾ ഒരു ആണെന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ എപ്പോൾ യാത്ര പോയി കഴിഞ്ഞാലും എൻ്റെ ഭാര്യ പണിയെടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങൾ പോലും കഴുകാതെ അടുക്കളയിൽ കൂട്ടിയിട്ട് ഇടങ്ങാറാക്കലാണ് എൻ്റെ ഉമ്മാൻ്റെ പണി. എന്താ സൊല്യൂഷൻ എന്ന് ചോദിച്ചു. അവ സിമ്പിളായ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. എന്താണെന്നറിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്തോളിയോ, പിന്നെ ഒരിക്കലും ആ സംഭവം ആവർത്തിക്കൂല. എന്താണെന്നറിയോ? അങ്ങനെ പാത്രം കൂട്ടിയിട്ടാൽ ഭർത്താവും ഭാര്യ ഒന്നിച്ചാണ് കഴുകുക. ഒരു പാട്ടൊക്കെ ഇടുക, പിന്നെ അമിൻ തദക്കുരിജിയൊക്കെ പാട്ടൊക്കെ ഇടുക അടുക്കളയിൽ മജ്ലിസ് പുറത്ത് മജ്ലിസാണ് തുടങ്ങുന്നേ. എന്നിട്ട് ആ പാത്രം ഇങ്ങോട്ടെടുത്ത് കുറച്ച് ഉറക്കെ ആ പാത്രം ഇങ്ങോട്ടെടുക്കി, ആ വലിയ പാത്രം ഇങ്ങോട്ടെടുത്തു, അത് ഞാൻ കഴിക്കോളാം. അപ്പം മോനും കൂടെ വന്നിട്ടാണ് ഇത് കഴിക്കുന്നത് കാണുമ്പോൾ ഉമ്മാക്ക് വേണ്ടിയിരുന്നില്ല, എടാ പണി പറ്റിപ്പോയല്ലടാ അച്ചോടാന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പം ഉമ്മ അങ്ങനെ വന്ന് ഉമ്മ വരും. ചിലപ്പോൾ പെങ്ങന്മാരുണ്ട്, പെങ്ങന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ഭയങ്കര ഡേഞ്ചറസ് ക്യാരക്ടറാണ്. നല്ല രീതിയിൽ അല്ലെങ്കിൽ പെങ്ങന്മാരെ കുറിച്ച് വേറെ പറയാം. ഈ പെങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് എടാ ഞാനിങ്ങനെ കഴുകാനിരിക്കുമായിരുന്നു, ഇച്ചിരി നേരം കിടന്നേച്ചും വന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കഴുകാനായിട്ട് ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, ഇന്ന് ഞങ്ങൾ അങ്ങ് കഴിക്കോളാം എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടെ പാത്രമാണ് കഴുകി കഴിഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ ഒരിക്കലും ആ പണി അവർ ചെയ്യില്ല.
ഇങ്ങനെ പിന്നെ ഈ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സംഗതികൾക്കും ഉമ്മാനോട് നീ പറഞ്ഞോന്ന് പറയണ്ട. ചില കാര്യങ്ങൾ ആണും പെണ്ണും ഒന്നിച്ച് ഉമ്മാനോട് പറയണം. നിങ്ങൾ ഉമ്മാനോട് പറയുന്ന കാര്യം പറയുന്നത്. കാരണം എന്താണെന്നറിയോ, ഇവിടെയുള്ള ഉമ്മാരങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ നല്ലോണം പറയും. ഞാൻ 15 കൊല്ലമായിട്ട് കാണാൻ തുടങ്ങി ഞാനത് ആൾക്കാരെ. അവിടെ ഞാനത് പറയുന്നത് നന്നാവണ്ടേ, ദേഷ്യം ഉണ്ടായിട്ടല്ല, പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് ആരോട് ഒരു ദേഷ്യമില്ല. എനിക്കെന്ത് ദേഷ്യം? കുറെ പെണ്ണുങ്ങൾ ഇടങ്ങാറാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പേഴ്സണലായിട്ടുള്ള ദേഷ്യങ്ങൾ ഈ അമ്മായിമ്മ വെച്ച് പുലർത്തുന്നത് കുറേ ഉണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ സേവനങ്ങൾ ഭയങ്കരമാണ്. അതൊക്കെ ശരിക്കും റെക്കോർഡ് ചെയ്യണം, വീഡിയോ CCTV വെക്കണം വീട്ടിലൊക്കെ. എന്താ സംഭവം എന്ന് പറയാൻ പറഞ്ഞത്, മോന് വീട്ടിലുണ്ടെങ്കിൽ ആ മോന്റെ ഭാര്യനോട് ഉമ്മ പെരുമാറുന്നത് സോഫ്റ്റ് ആയിട്ടാണ്. വീട്ടിലുണ്ടാകുമ്പോ, മോന്റെ കൺമുമ്പിൽ ഉണ്ടാവുമ്പോ. ആ മോൻ പോയി കഴിഞ്ഞാൽ തളന്റെ സ്വഭാവം മാറുന്നുണ്ട്. പല കുടുംബത്തിലുണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ ഓരോരുത്തർ ചിന്തിക്കണം. ഞാൻ പറയുന്നത് അറിയോ, എല്ലാ കാര്യം ഭർത്താവ് ഭാര്യനോട് നീ ഉമ്മാനോട് പറഞ്ഞോന്ന് പറയണ്ട. ചില കാര്യങ്ങൾ രണ്ടാളും ഒന്നിച്ച് പറയാം. കാരണം ഈ പെണ്ണ് പറയുമ്പോൾ ഉമ്മ ഒരുമാതിരി മോന്ത കാണിച്ചിട്ടാണ് സമ്മതം കൊടുക്കുന്നത്. അത് അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, രണ്ടാളും കൂടി ഉമ്മ ഞങ്ങൾ ഇങ്ങനെ സംഗതി തീരുമാനിച്ചു, ഉമ്മാന്റെ സമ്മതം വേണം, ഞങ്ങൾ പോയി വരട്ടെ ചോദിക്കുമ്പോൾ പിന്നെന്താ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ഉമ്മ. നീ പെണ്ണ് ഒറ്റക്കാണ് ചോദിക്കുന്നതെങ്കിൽ എന്താ ഇപ്പം എന്നും ഇങ്ങനെ തണ്ടേണ്ട ആവശ്യം എന്താ, കഴിഞ്ഞ ആഴ്ചയല്ലേ പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ തള്ളന്മാരുണ്ട്. അപ്പൊ ആരെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ട ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം, ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. അതേപോലെ തന്നെയാണ് പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് സമുദായത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ, ഈ പുതിയ തലമുറയിലെ പെൺകുട്ടികളെ നന്നായി ശ്രദ്ധിച്ചോ. പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ അവർ ഏതോ ഒരു സമയത്തും ഈ ഫോൺ സാധനം കഴുകി പിടിച്ചിരിക്കുകയാണ്. അത് യൂട്യൂബ് നോക്കി പഠിച്ചതുമാണ്. എന്നിട്ട് ചാനലും തുടങ്ങി കേക്ക് ഉണ്ടാക്കണേ. അല്ലാഹു തആല ചാനലിനോട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാരണം എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ചാനലിലാണ് ഇപ്പം. ജീവിതത്തിൽ ആരുമില്ല. നിങ്ങൾ പണ്ഡിതന്മാരോട് അതിന്റെ മസാലൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക്. ആണും പെണ്ണും ഇങ്ങനെ പരസ്യമായിട്ട് വരുന്ന വിധി എന്താണ്, അതൊക്കെ പണ്ഡിതന്മാർ പറയട്ടെ. ആണും പെണ്ണും യൂട്യൂബിൽ പരസ്യമായിട്ട് വരുന്നതിന് ഇസ്ലാമിക വിധി എന്താണ്? ഇത് വിശ്വാസികളോടുള്ള സംസാരമാണിത്, വിശ്വാസികളല്ലാത്തവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. അത് വിധിയില്ലേ നമുക്ക്? പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതോട് എന്തും ചെയ്യാന്നാണോ? എന്തോ ഒരു കഷ്ടകാലമാണത്. പിന്നെ ഇതിന്റെ അടുത്ത വിഷയം എന്താ വെച്ചാൽ, യൂട്യൂബിൽ ഇങ്ങനെ കാണുന്ന ഈ പെണ്ണുങ്ങളുടെ, ഞാൻ പറഞ്ഞ ഈ പെണ്ണുങ്ങളെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കിയിരിക്കല. എല്ലാ പെണ്ണുങ്ങളും ഈ 25-30 വയസ്സ് പ്രായം, 35 വയസ്സ് അതിന്റെ താഴേക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ മുഴുവൻ ഇത് നോക്കിയിരിക്കുകയാണ്. അവിടെ ഒരു ഗസ്റ്റ് വന്നാൽ മര്യാദയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ പെണ്ണിന് കഴിയുന്നില്ല. ഈ അമ്മായിമാർക്ക് ഒരു അസുഖം വന്നാൽ നോക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നോക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. എന്താ, നിങ്ങൾ എത്ര വലിയ ഹൈറായ പരിപാടിയോ മജ്‌ലിസോ ഓൺലൈനിലോ എന്താണെങ്കിലും ശരി, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടത്, മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മുടക്കിയിട്ട് നിങ്ങൾ ഒരു മജ്‌ലിസിൽ പങ്കെടുത്തിട്ടും അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യം ഉണ്ടാവൂല. ഉറപ്പ്. അത് ആര് നടത്തിയായിക്കോട്ടെ. അതല്ല കേൾക്കേണ്ടത്. ഇവര് പെണ്ണ് പറയും എനിക്ക് മജ്‌ലിസാണ്, ഞാൻ ഇരിക്കുകയാണ് പറഞ്ഞിട്ട്. മജ്‌ലിസ് ഒക്കെ നല്ല തന്നെയാണ്. ഞാൻ മജ്‌ലിസ് അതിന്റെ ഓർഗനൈസറാണ്, ഞാൻ നടത്തുന്ന ആളാണ്. ഞാൻ തന്നെ ഈ പറയുന്നത്, ആ ഇരിക്കുന്ന ആളുടെ ഇരുത്തം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഉമ്മാക്ക്, ബാപ്പാക്ക്, ഭർത്താവിന്, കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മുടക്കിയിട്ടിരുന്നാൽ അള്ളാഹു സ്വീകരിക്കൂലെന്ന്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ചില ആൾക്കാർ മദീനത്ത് പോകും, മക്കത്ത് പോകും, ഉംറക്ക് പോകും, ഹജ്ജിന് പോകും. പക്ഷേ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാതിൽ തുറക്കണമെങ്കിൽ, മക്കളെ സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിട്ട് സലാം പറയും. സിദ്ദീഖിന്റെ അടുത്ത് പോയി സലാം പറയും, ഉമർ റളിയല്ലാഹു അടുത്ത് പറയും, ഹംസ റളിയല്ലാഹു അടുത്ത് പറയും. അങ്ങനെ ഓരോ സ്ഥലങ്ങൾ, ഖദീജ ഉമ്മാന്റെ അടുത്ത് മക്കത്ത് നമ്മൾ പറയും, ബക്കയിൽ ഒരുപാട് മഹാന്മാരും മദികളുണ്ട്, അവിടെയൊക്കെ പറയും. ആ വാതിലുകൾ തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ ചില വാതിലുകൾ ആദ്യം തുറക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ ഉമ്മാന്റെ ഗുരുത്വവരുത്തം ഇല്ലാത്ത ഒരാൾ മദീനത്ത് പോയാൽ ആ വാതിൽ തുറക്കൂല, ഉറപ്പ്. പിന്നെ ആണുങ്ങളാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദുമാരുടെ, ഗുരുനാഥന്മാരുടെ വാതിൽ ക്ലിയർ അല്ലെങ്കിൽ, ഒരു ഉസ്താദിന്റെ ഗുരുത്തക്കേട് വാങ്ങി വെച്ചിട്ടുണ്ട്, അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മദീനത്ത് കൂടിയിട്ട് ഒരു കാര്യമില്ല, അത് ക്ലിയർ ആവൂല, ആ വാതിൽ തുറക്കൂല. കാരണം ഗുരുത്വം, അദബ്, തഅലീം, തവാലു, ഈ തഅലീം നമ്മൾ ചെയ്യുന്ന തവാലു, ഈ സംഗതി ഇല്ലാതെ മദീനത്തെ വാതിൽ തുറന്നു കിട്ടൂല. മദീനത്ത് പോവാം, ഹുജറത്ത് ഷരീഫിന് മുമ്പിലൂടെ പോവാം, സലാം പറയാം, വീഡിയോ ഒക്കെ കറക്റ്റ് തന്നെ. പക്ഷെ ആത്മീയമായി മദീനയുടെ വാതിൽ കവാടം തുറന്നു കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ ഗുരുത്വപൊരുത്തം നിർബന്ധമാണ്. ഉസ്താദ് ആണുങ്ങൾക്കാവുമ്പോൾ പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ ഗുരുത്വപൊരുത്തം നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ പൊരുത്തം നിർബന്ധമാണ്. അതില്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. 85,000 രൂപ വെറുതെ എന്ന് പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു രീതിയിൽ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടല്ലോ പടച്ചോനെ, പിന്നെ ഞാൻ എന്തിനാണ് എന്ന രീതിയിലൊന്ന് പെരുമാറിക്കൂടെ നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം ഏതാണ്, ഈ പുതിയ തലമുറയിലെ പെണ്ണുങ്ങളെങ്കിൽ ഈ സാധനം ഒന്നും, ഇത് പെണ്ണുങ്ങൾ മാത്രമല്ല, ഈ വിഷയത്തിൽ ആണുങ്ങൾ വളരെ മോശമാണ്. ഒരു വിഷയം പെണ്ണുങ്ങളെക്കാളും ഈ വിഷയത്തിൽ കുടുംബത്തിൽ ബന്ധങ്ങളില്ലാന്ന് എല്ലാവരും പറയുന്നത് എന്താ, ഒരു വാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ചിരിക്കുന്ന ഒരു തമാശ പറയുന്ന കഥ പറയുന്ന ഒരു സമയമില്ലാന്ന് എല്ലാവരും പറയുന്നു. എന്താ സമയം? ഇത് കുന്ത്രാണ്ടത്തിൽ നോക്കിയിരിക്കുക എല്ലാവരും. എന്തോ ഒരു അവസ്ഥയാണിത്, ഭയങ്കര കഷ്ടാണ് മക്കളെ. ബാപ്പാന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ നോക്കൽ പുണ്യമാണ്, കഅബ നോക്കൽ പുണ്യമാണ്. ആ കൂട്ടത്തിൽ എണ്ണിയതാണ് ഉമ്മാനെ നോക്കിയിരിക്കൽ പുണ്യ. ഉമ്മാനല്ല നോക്കിയിരിക്കൽ, ഉമ്മാനെ കാണാൻ ചെന്നാലും വല്യമ്മാനെ കാണാൻ ചെന്നാലും ഇതിങ്ങനെ നോക്കിയിരിക്കുക ചെയ്യണം എല്ലാവരും. എന്ത് നമുക്കൊരു ബോധം വെക്കാത്തത്? ലോകത്ത് മൊത്തം നന്നാക്കാൻ നമുക്ക് കഴിയില്ല, അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആക്കിയത്. നമുക്ക് നമ്മുടെ കുടുംബം, ഇത് നമ്മുടെ കുടുംബത്തിലെ പേര് തന്നെ പൂവക്കുഴിയോ, പൂവക്കുഴി കുടുംബമെങ്കിലും നമുക്ക് നന്നാക്കി കൂടെ? നടക്കുവോ? വല്ലതും നടക്കുവോ? നടക്കെങ്കിൽ അല്ല ഇങ്ങനെയാക്ക്. ഇങ്ങനൊന്ന് എഴുന്നേറ്റ് തന്നെ കുറെ നേരം ഇരിക്കാം. എല്ലാവരും എഴുന്നേറ്റ്. ആ മൈക്കിനാളോടെ പാട്ട് പാടുമ്പോൾ മറ്റേ ഡിലേ കൂട്ടി വെക്കണം കേട്ടോ. പാട്ട് പാടുമ്പോൾ ഡിലേ കൂട്ടണം. ഒരു പാട്ട് പാടാം എല്ലാവർക്കും കൂടി കുടിച്ചു പഠിക്കാം. എല്ലാവരും പഠിക്കട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ബൈനനാ ഫിൽ കവാകിബി കൽബുദു ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി പടപടേ മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي حسبي ربي جل الله ما في قلبي. ارتكبت على الخطا غير حسر وعادا لك أشكو فيه يا سيدي خير النبي إننا نرجو إليك إسعاد يوم نشر كتابي يا سيدي خير النبي الصلاة على النبي. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي حسبي ربي جل الله ما في قلبي
ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരു പ്രയോഗം ലാഹ നജ്മുൻ ഫിസ് സമാ സീദി. ഈ ആകാശത്ത് നുജൂമ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന കാലത്തോളം അങ്ങയുടെ പേരിൽ സ്വലാത്തും സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് അവസാനത്തെ വരി പറയും. സ്വലാത്തു അലാ നബി കുല്ല ദായിമ. കുല്ല വക്ത് പറഞ്ഞാൽ മതി, പിന്നെ ദായിമ പിന്നെയും കൂട്ടിയതാ. ഭയങ്കര പ്രയോഗമാണ് അതൊക്കെ. ഒരു അവിടെ നിൽക്കില്ല, കുറച്ചേരം നിൽക്കി ഇരിക്കാനായില്ല. പ്രയാസമുള്ളവർ ഇരുന്നോളൂ കേട്ടോ. പ്രായം കൊണ്ടോ രോഗം കൊണ്ടോ പ്രയാസമുള്ളവർ ഇരിക്കുക, അല്ലാത്തവർ കുറച്ചേരം നിൽക്കും. ഇപ്പൊ നമ്മൾ ഈ കുട്ടികളൊക്കെ ഉറക്കുന്ന സമയത്ത് ഇരിക്കണോ? കൊയങ്ങ അലമട അഞ്ചിട്ട് ഇരുന്ന ഭയങ്കര അടുങ്ങാറി കാൽവേദനോട് നീ പറയുന്നത് കേൾക്കൂലല്ലോ. നമ്മൾ ഈ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് നല്ല പാട്ട് പാടി, തൗഹീദിന്റെ മഹബത്തിന്റെ നല്ല പാട്ടൊക്കെ പാടി ഉറക്കണം മക്കളെ. ഈ പുതിയ തലമുറയിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ചെറുപ്പക്കാരും ഒന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് എൻ്റെ മക്കളെ, നമ്മളടുത്ത് മാതാപിതാക്കളുടെ അടുത്ത് ഗുരുതരമായൊരു പിഴവ് സംഭവിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല. അതന്നെ പിഴവ്. ബാക്കിയല്ല ഈ മക്കള് എന്താ വിഷയം എന്ന് വെച്ചാൽ, സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു കുട്ടി ജനിച്ചത് മുതൽ 10 വയസ്സ് വരെ ടൈം ഓഫ് ഇന്റഗ്രേഷൻ എന്നാണ് പറയാം. 11 മുതൽ 20 വയസ്സ് വരെ ടൈം ഓഫ് ഡിസിന്റഗ്രേഷൻ എന്നാണ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആ കുട്ടികൾക്ക് സ്വയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയില്ല. അവരുടേതായ ചെറിയ ചെറിയ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ദേ ആർ ഡിപ്പെൻഡന്റ് ഓൺ പാരന്റ്സ് ആൻഡ് പാരന്റൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവരൊന്നുകിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ള ആളുകൾ പറയുന്നത് കേട്ട് അത് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സ്വയം കുറെ ചിന്തകൾ അവർക്ക് ഉണ്ടാവില്ല. അതേസമയം 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളില്ലേ, ആ കുട്ടികൾ സ്വയം ചിന്തിക്കും. മാതാപിതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരെ ചിന്തിക്കാൻ തുടങ്ങും അവര്. അത് അവരുടെ ബ്രെയിനിൽ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ പ്രായത്തിലാണ് കുട്ടികൾ മിക്കവാറും വഴി തെറ്റി പോകുന്നത്. അവിടെ നമുക്ക് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ഈ 10 വയസ്സ്, അതായത് ടൈം ഓഫ് ഇന്റഗ്രേഷന്റെ എൻഡില് 10 വയസ്സ് ഏകദേശം അവസാനിക്കുന്ന ആ സമയത്താണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് എന്തെങ്കിലും ഒരു സംവിധാനത്തിന്റെ ഫാനായിട്ട് മാറണമെന്ന ചിന്ത വരാം. അപ്പൊ കുട്ടികൾ ഇങ്ങനെ ആലോചിക്കും, എന്തിൻ്റെങ്കിലും ഒന്നിന്റെ ഫാൻ ആവണം. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന എനിക്കൊരു ഒരു മോനുണ്ട്, 6 വയസ്സായി. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോ ഈ 5 അന്ന് കൊല്ലം കയ്യിൽ അത് കഴിഞ്ഞിട്ട് ഇല്ല, ഒരു കൊല്ലം ഇല്ലേ, 5 വയസ്സാണ്. അത് ലോകകപ്പ് ഫുട്ബോൾ ഫൈനലാണ്. ഞാൻ അറിയണത് എങ്ങനെയാണെന്ന് അറിയാം. ഞാൻ ഈ സാധനം കാണാറില്ല കേട്ടോ. ഞാൻ അബുദാബിയിലാണ് ആ സമയത്തുള്ളത്. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ കുറച്ചപ്പുറത്ത് പോയിട്ട് തൃശ്ശൂരുള്ള ഒരു സുഹൃത്തും കൂടെ അബുദാബിയിലെ വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാം. അപ്പൊ ഇടയ്ക്ക് വാ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഓനും മനസ്സിലായില്ലത്. ഞങ്ങൾ രണ്ടാളും പോയത്തക്കാര്. ഞങ്ങൾക്കത് ലോകകപ്പ് ഫൈനലാണെന്ന് അറിയില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് കളി ഉണ്ടായിരുന്നു, അതിന് ഫൈനൽ എങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ അന്വേഷിച്ചു, ഫൈനലിന് ആയിരുന്നു എന്ന് പറഞ്ഞു. അതാണ് അവസ്ഥ. അപ്പൊ എന്താ പറഞ്ഞേ? ഇതിപ്പോ എന്താ പറഞ്ഞേ? ഫാൻ ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ കുട്ടികൾക്ക് ഫാൻ ഉണ്ടാകുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ കുട്ടികൾക്കൊരു ഫാൻ നമ്മൾ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ഫാൻ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടികൾ ഒരു ഫാനെ കണ്ടെത്തും. അപ്പൊ എൻ്റെ 5 വയസ്സുള്ള കുട്ടിന്റെ കഥ, ആ കുട്ടി കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് 5 വയസ്സുള്ള ഒരു ഖുർആനിക് പ്രീ സ്കൂളിൽ പഠിക്കുന്ന ആളാണ് എൻ്റെ മോനെ. 5 വയസ്സ്, വെറും 5 വയസ്സ്. എന്നിട്ട് ഈ 5 വയസ്സുള്ള എന്നോട് വന്നിട്ട് ഇപ്പൊ എൻ്റെ ക്ലാസ്സിലെ കുട്ടി ഒരാള് നെയ്മറിന്റെ ആളാന്ന് പറയുന്നുണ്ട്, വേറൊരു കുട്ടി മെസ്സിന്റെ ആളാന്ന്. ഓനാ പേര് ആദ്യമായിട്ട് കേൾക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് ആ പേര് കേൾക്കൂല. ഞങ്ങളുടെ വീട്ടിലതില്ല. ഞങ്ങളുടെ വീട്ടിൽ മുത്തുനബി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ അതൊക്കെ കേൾക്കുക. ഞങ്ങൾ നല്ലവരാണെന്നല്ല, അല്ലാഹു തആല നമ്മളൊക്കെ നന്നാക്കട്ടെ. മറ്റേ പേരെന്തായാലും കേൾക്കൂല. ആ ഭ്രാന്ത് നമുക്കില്ല. അള്ളാഹു കാത്തിരിച്ച് കുറഞ്ഞ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ കുറ്റം പറയില്ല. ഫുട്ബോൾ കളിക്കണം, കളിച്ചോളി ചെറുപ്പക്കാർ. പക്ഷെ അതിന്റെ പിന്നാലെ പോരുത്. ഒരു മാനിയാക്ക് ആവാൻ പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. മാനിയാക്കായി പോരുത്. എന്തൊരു കഷ്ടമാണത്. നിങ്ങൾ മമ്പുറത്ത് തങ്ങളോട്, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനോട്, കുഞ്ഞാലി മരക്കാരന്മാരോട് എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മമ്പുറത്ത് തങ്ങൾ മാത്രം എടുത്തോളി.
അവരോടൊക്കെ എന്തെങ്കിലും കുഞ്ഞാലി, അതുപോലെ തന്നെ നമ്മുടെ വാര്യങ്ങൾ കുഞ്ഞാമലാജി, ആലി മുസ്ലിയാർ, ഇവരോടൊക്കെ എന്തെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ രാജ്യങ്ങളുടെ പതാക അവിടെ ഒരു കുട്ടിയും കെട്ടൂല. എന്താ കാരണം എന്നറിയോ? ഈ മമ്പുറത്തെ തങ്ങൾ ചേറൂർ പടയിൽ, നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? ചേറൂർ പടയിൽ നേരിട്ട് പോരാടിയ ആളാണ്. മമ്പുറം തങ്ങൾക്ക് ഒരിക്കൽ ശരീരത്തിന് പ്രയാസങ്ങൾ ഉണ്ടായി, എത്രയായിട്ടൊന്നും മാറുന്നില്ല. അങ്ങനെ ഒരു വൈദ്യരെ വിളിച്ചു. ഒരു ഹിന്ദുവായ ഒരു വൈദ്യരാ വന്നത്. വൈദ്യർ ഇങ്ങനെ നാടി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, തങ്ങളെ കാലിനാണ് പ്രശ്നം എന്ന് പറഞ്ഞു. നാടി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു കാലിന് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറഞ്ഞു അത് കാണിച്ചു തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ വൈദ്യർ പറ്റൂല, കാലിന് പ്രശ്നം നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം? ചേറൂർ പടയിൽ പങ്കെടുത്തിട്ട് വെടിയേറ്റ് ആർക്കും അമ്പുറത്ത് തങ്ങൾക്ക് ആ വെടിയുണ്ട കാലിന്റെ ഉള്ളിലുണ്ട്, നാളെ അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊണ്ടെടുക്കാണ് അമ്പുറത്തെ തങ്ങള്. അതുകൊണ്ടാണ് ഈ പ്രയാസം ഉണ്ടായത്. അപ്പൊ കൊടുക്കണ്ടോ? അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ബാങ്ക് കൊടുത്തു. വേറെ രസമുണ്ട്, ബാങ്ക് കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഉണ്ടാതിരിക്കും, എല്ലാവരും കൂടി പറയും. അങ്ങനെയൊക്കെ ചെറുപ്പമല്ലോ മക്കളെ ബാങ്ക് കൊടുക്കും. കേൾക്കണം എന്നാണ്. നിർത്തണമെങ്കിൽ ബാങ്കിന്റെ ലഫ്ലുകൾ ശബ്ദം കേട്ടാൽ പോലും പോരാ. പിന്നെ താലീമിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ നിർത്താം. അങ്ങനെയൊക്കെയാണ്. പണ്ടേ ഈ കേരളത്തിൽ തൊഴിലുറപ്പ് ജോലിയെടുക്കുന്ന കുറേ പെണ്ണുങ്ങളെ കൊണ്ടിട്ട് കേൾക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ ആഖിബത്ത് മോശം കേട്ടോ, ആഖിബത്ത് മോശം. ആ മരിക്കുന്ന അള്ളാഹിന്റെ കലാം ഇങ്ങനെ പറയില്ല, അള്ളാഹു വലിയ ആളാണ് കേട്ടോ, അള്ളാഹു ഷാർ, അതിങ്ങനെ പറയുമ്പോൾ സംസാരിച്ചാൽ ആ വാക്ക് പറഞ്ഞിട്ടാണ് മരിക്കേണ്ടത്, കിട്ടൂല. ഞാൻ ഈ തൊഴിലുറപ്പിൻ്റെ ഒരു സാന്ദർഭികമായൊരു തമാശ പറഞ്ഞാണ്. തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളെല്ലാം കൂടി കൂടിയിട്ട് കുറേ ഏറ്റവും നല്ല തൊഴിലുറപ്പിൻ്റെ പണിയെടുത്ത പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ടൂറ് അവർക്കൊരു ചാൻസ് കിട്ടി. അങ്ങനെ അമേരിക്കയിലാണ് പോയത്, നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ. അപ്പോൾ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി തൊഴിലുറപ്പിൻ്റെ എല്ലാ പെണ്ണുങ്ങളെയും 100 പെണ്ണുങ്ങളും കൊണ്ടുപോയത്. അപ്പോൾ ഒരു നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ ഒരു ഗൈഡുണ്ട്, മലയാളി ഗൈഡ് പറയുന്നുണ്ട്, ഇത് 100 കണക്കിന് സൂപ്പർ സോണിക് വിമാനങ്ങളുടെ അതിനേക്കാളും വലിയ സൗണ്ടാണ് ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്. നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നാൽ നമുക്കത് കേൾക്കാം. അത് വെച്ചാൽ അങ്ങനെയാണ്. ഈ പെണ്ണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കലപില ഇങ്ങനെ പറയും. ഒരു പറഞ്ഞ മനസ്സിലായില്ലേ? നയാഗ്ര വെള്ളച്ചാട്ടത്തിന് അത്രയും വലിയ സൗണ്ടാണ്, നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ഒന്ന് കേൾക്കാമായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിഷ്കളങ്കരാണ് പെണ്ണുങ്ങൾ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കപ്പെടെ. അപ്പൊ ഈ 5 വയസ്സുള്ള മോന് ചോദിക്കുകയാണ്, നമ്മൾ ആരാളാ ഇപ്പച്ചി ആവേണ്ടത്? ഈ 5 വയസ്സുള്ള കുട്ടിന്റെ ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അവസാനം കിട്ടിയ ചാൻസ് അല്ല, അങ്ങനെ ഒരു ചാൻസ് കിട്ടുമല്ലോ. അഫ്ളലുൽ ഇൽമുൽ ഹയൽന കിട്ടിയ ചാൻസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കുറച്ച് വിശദീകരിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് അവനോട് ചോദിച്ചു, നമ്മൾ ആരെ ഫാനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നോടൊരു കുട്ടി ചോദിച്ചു ഞാൻ റസൂലുള്ളാഹിന്റെ ഫാൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ നേരത്തെ ടീം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കും എന്റെ ടീം അർജന്റീനയാണ്. അതല്ല, ഈ നമുക്ക് ടീമുണ്ട്, അത് ബദരീങ്ങളാ. ബദരീങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ ഇറങ്ങിയാലും ജയിക്കും. അതാണ് ഞാൻ നമ്മുടെ ടീം ബദരീങ്ങളാണെന്ന് പറഞ്ഞത്. അത് എവിടെ ഇറങ്ങിയാലും ജയിക്കുന്ന ടീം എല്ലാവർക്കും വേണം. പക്ഷെ ഞാൻ കളിക്കുന്ന പ്രായത്തിൽ കളിക്കാം, മക്കൾ കളിച്ചോട്ടെ, അതിനെതിരെ പറയരുത്. യാസറിന്റെ ശേഷം അതിന് പേരുള്ള സമയത്ത് കളിച്ചോട്ടെ, മക്കൾ കളിക്കണം, ഇളകണം. അതിന് നിങ്ങൾ എന്തൊക്കെ ഫുട്ബോളോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഏതുവരെ ഇസ്ലാമികമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കേറ്റിംഗ് പഠിപ്പിക്കണം കുട്ടികളെ, ചക്ര ഷൂസിന്റെ പരിപാടിയില്ലേ അത് പഠിപ്പിക്കണം. അതുപോലെ കുതിര ഓട്ടാൻ പഠിപ്പിക്കണം, അവസരം പഠിപ്പിക്കണം. അതേപോലെ നീന്തൽ പഠിപ്പിക്കണം. അമ്പെയ്ത്ത് സുന്നത്താണത്. ഈ അമ്പെയ്ത്തും കുതിരത്തൊക്കെ ഈ അമ്പെയ്ത്തും കുതിര പഠിപ്പിക്കൽ സുന്നത്താണ് എന്നത് വെച്ചിട്ട് ചില ആധുനിക പണ്ഡിതന്മാര് സ്കിൽ ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും സുന്നത്താണെന്ന് വരെ പറയുന്നുണ്ട്. അന്ന് സ്കേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് റസൂൽ സ്കേറ്റിംഗ് എടുത്ത് പറഞ്ഞില്ല, അമ്പെയ്ത്ത് ഉള്ളതുകൊണ്ട് അത് പറഞ്ഞു. അതെന്താ? സ്കിൽ ഡെവലപ്മെന്റാ, കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് ആണത്. അപ്പൊ അതിനെ ഖിയാസാക്കിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്? സ്കേറ്റിംഗ് മക്കളെ പഠിപ്പിച്ചോ, ഹബീബിന് ഇഷ്ടാവോ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ അങ്ങനെ ഈ കുട്ടി ഒരു 8-10 വയസ്സാകുമ്പോഴത്തേക്കും പലതും അറിയുന്ന ഒരു കുട്ടിയെ നമ്മളെ കുട്ടി മാറണം. അതോടൊപ്പം നമ്മുടെ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരണം എന്ത്? ഐ ആം ദ പ്രൗഡ് ഓഫ് മാൻ ഓഫ് ദ മെസഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാൻ ആകുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടി എത്തണം. അപ്പൊ എന്റെ കുട്ടി ക്ലാസ്സിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ മുത്തുനബിന്റെ ഫാനാണെന്ന് പറഞ്ഞു.
അവ എല്ലാ കുട്ടികളും അവൻ്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ മുത്തുനബിന്റെ മേലാണെന്ന് പറഞ്ഞു. അവർക്ക് അറിയില്ല, ആ കുട്ടിക്ക് അറിയില്ല. അവരെ വീട്ടിലേതോ ഒരു കുട്ടി ചെക്കന്മാരാരോ പറഞ്ഞത് കേട്ടതായിരിക്കും. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയോ? മക്കൾ വഴി തെറ്റി പോകുന്ന പ്രധാനപ്പെട്ട പ്രായം 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പ്രധാനപ്പെട്ട പ്രായം. പക്ഷെ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെടുന്നത് ടൈം ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന 10 വയസ്സ് വരെ പ്രായത്തിലാണ്. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ സ്ഥിരമായി കുട്ടികളെ കാണുന്ന ആളാണ്. എത്ര കേസാണ് മാതാപിതാക്കൾക്ക് വിവരമില്ലാത്തതിന്റെ പേരിൽ കുട്ടികൾ കെടുന്നു പോകുന്നത്. മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കില്ലായിരുന്നു, നമുക്കറിയാം. അങ്ങനെയുള്ള കേസ് ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഈ കുടുംബത്തിൽ നിന്നെങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റാതിരിക്കട്ടെ. പെൺകുട്ടികളുടെ അവസ്ഥ പറയാതിരിക്കാൻ നല്ലത്. എല്ലാം പിന്നെ പുട്ടിയടിച്ചിട്ടാണ് നടക്കുന്നത്. ഞാനത് പിന്നെ ആ പെൺകുട്ടികൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഞാനത് പറയും. അത് പറയാനല്ല ഞാൻ വന്നത്. പുട്ടിയടിക്കാണ്. അത് സത്യം പറഞ്ഞാൽ മനോരോഗമാണത്. അത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണ്. എന്താണെന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് മിറർ ചെക്ക് ചെയ്യുക. ഈ പെൺകുട്ടികൾ ഇപ്പോൾ പല സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾമാര് ഹെഡ്മാസ്റ്റർമാർ പറയുന്ന വാക്കാണ്, ഇന്റർവെല്ലിന്റെ സമയത്ത് ലഞ്ചിന്റെ സമയത്ത് പെൺകുട്ടികളെ പണി എന്താണെന്നറിയോ? പെൺകുട്ടികളെ ബാഗിൽ ഈ പിന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കിറ്റ് ഉണ്ട്, അത് ഓർഡർ ചെയ്യല പണി. ബാപ്പയും ഉമ്മയും 250 രൂപ ചോദിക്ക് സാധനം വീട്ടുമുറ്റത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് ഇവള് എന്തോ ഒരു ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓർഡർ ചെയ്ത് പിന്നെ വഷളാവൂലേ, 250 എടുത്ത് കൊടുക്കുകയാണ്. അടുത്ത ആഴ്ച 600 കിറ്റ് വേറെ വരും. ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല. ചൊറുക്ക് കൂട്ടിയിട്ടും സമാധാനം കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൊറുക്ക് അല്ലെങ്കിൽ ഭംഗി കൂട്ടേണ്ടത് കൽബല്ലേ. അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോയിട്ട് ഇതിന് പുറമോട് ഇങ്ങനെ പെയിന്റ് അടിച്ച് ഈ പെൺകുട്ടിക്ക് ലുഹർ കിട്ടുമോ? മാതാപിതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഗവൺമെന്റ് സ്കൂളിലോ അല്ലെ മറ്റു സ്കൂളിലോ പോകുന്ന നമ്മുടെ കുട്ടികൾ ലുഹർ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. നിർബന്ധപൂർവ്വം ബോധപൂർവ്വം അവിടെ സ്കൂളിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിസ്കരിക്കാൻ പറ്റും. നിസ്കരിക്കണം എന്ന് ഉറപ്പുള്ള ബോധമുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും നിസ്കരിച്ചിരിക്കും അയാള്. നമ്മുടെ കുട്ടികൾ നിസ്കരിക്കുന്നുണ്ടോ? ഈ പുട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് കഴുകണ്ടേ, വൃത്തിയാക്കണ്ടേ, അത് വൃത്തിയാക്കി വീണ്ടും ചെയ്യണ്ടേ? അവർ നിസ്കരിക്കുന്നില്ല മക്കള്. ഈ അള്ളാഹു ആകെ ആയുസ് തന്ന് നിസ്കരിക്കാനാ. അത് മുടക്കിയിട്ട് പഠിച്ചിട്ടും കാര്യമില്ല, ജോലി എടുത്തിട്ടും കാര്യം, ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചുരുക്കിയിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം. കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ച് പറയുന്നു, എവിടെയെങ്കിലും ചെറിയ കാര്യങ്ങളുടെ പേര്, ചെറുത് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നും വലുതായിരിക്കും, ഓരോ കാര്യങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കുന്ന മക്കള്, കുടുംബക്കാര്, അമ്മായിമ്മ, ആത്തൂനെ, ഇളച്ചി, അങ്ങനെ മൂത്തപ്പാന്റെ മക്കള്, ഇളാപ്പാന്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി മരിച്ചു പോകാനുള്ള ശരീരമാണ്. മരിച്ച് എന്നിട്ട് പിന്നെ അമ്മായിന്റെ അവിടെ മയ്യത്തിന്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്നാലും അമ്മായി മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്നാലും അമ്മോങ്കാക്ക മരിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ പോയിട്ട് നന്നാവാനുള്ളൊരു മനസ്സാ വേണ്ടത്. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഈ കുടുംബ സംഗമത്തിന്റെ ഒരു തീരുമാനമായിട്ട് എല്ലാവരും എടുക്കുക. എന്ത്? എവിടെയെങ്കിലും തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ, പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത ആളാണല്ലോ, ഞാൻ തന്നെ നന്നായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ പിണങ്ങി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് വേഗം അവിടെ പോയി നന്നാവാ. നിങ്ങൾ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എവിടെന്നെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്തപ്പെടണേ എന്ന് പറയാ. റൂഹ് തൊണ്ടൻകുഴിയിൽ എത്തിയിട്ട് എല്ലാം തൗബ ചെയ്യാൻ തോന്നുന്നു, നടക്കൂല. അത് എന്നാണ് മരിച്ചു പോകുന്ന അറിയില്ല. നമുക്ക് കുറെ പ്രായമായില്ലേ, 30, 40, 50 ഒക്കെ പ്രായമായില്ലേ പലർക്കും. എപ്പോഴാ? എനിക്ക് 38 വയസ്സായി. എനിക്ക് 40 വയസ്സിലേക്ക് എനിക്ക് ഇനി 2 കൊല്ലം മതി. 40 വയസ്സെന്ന് പറഞ്ഞാൽ എന്താ പ്രായത്തിന്റെ പ്രത്യേകത? 40 വയസ്സായി കഴിഞ്ഞാൽ മദീനക്കാർ അല്ലെങ്കിൽ നല്ല ആൾക്കാരെ മുഴുവനും പള്ളിയുമായിട്ടാണ്ട് കേന്ദ്രീകരിച്ച് ജീവിക്കലായിരുന്നു. പിന്നെ ദുനിയാവിന്റെ ചിന്തന ഉണ്ടാവില്ല 40 വയസ്സായി കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മുടെ മുസ്ലിം കല്യാണങ്ങളുടെ ഒക്കെ അവസ്ഥ സങ്കടമാവാണ്. മിഠായി കൊടുക്കാം, മിഠായി അല്ല കൊടുക്കണേ, മിഠായി 50 സെന്റ് മിഠായി കൊടുത്താൽ പോരെ? ഇനി വേണ്ട, കുറച്ച് ഉഷാറാക്കിയിട്ട് ഒരു പാക്ക് വാങ്ങിയാൽ പോരെ? ഒരു 250 രൂപ. ഇത് ഒരു ടീം മൊത്തം ഒരു ഒട്ടകങ്ങൾ വരിവരിയായി എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾ നിറച്ച് വരിവരിയായിട്ട് വരികയാണ് ഈ മിഠായി പാക്കും കൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രദർശന വസ്തുവായിട്ട് ബൊമ്മൊക്കെ ഇങ്ങനെ വരും പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും, തോളം കാട്ടി. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംഗതി നടക്കൂല. അടിച്ച തീരുമാനമാക്കും ഞാൻ. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ജ്യേഷ്ഠനാകത്തല്ല, എൻ്റെ അമ്മമാർ പലരും, എല്ലാവരും കുറെ ആൾക്കാർ അങ്ങനെയാണ്. എന്ന പരിപാടി. ഈ പെണ്ണുങ്ങൾ പാവങ്ങളാണ്, അവർക്ക് പുറത്തിറങ്ങാൻ ചാൻസ് കിട്ടുമ്പോൾ ഇത് പിടിച്ച് ഇങ്ങനെ നടക്കുക. ഇവർ വിചാരിച്ചത് ഇവിടെ എന്തോ ഒരാളാണ്. എന്നിട്ട് ആ വീഡിയോ എടുക്കാനും അത് യൂട്യൂബിലിടാൻ കുറേ ഉളുപ്പില്ലാത്ത ആണുങ്ങളും. ഇപ്പൊ ആണുങ്ങൾ പണി എന്താ? എൻ്റെ താത്താനെ ഒരാൾ കാണാൻ വന്നപ്പോൾ അതെടുത്ത് വീഡിയോ ഇടുക. ബെഡ്റൂമിൽ ഇതുവരെ വീഡിയോ വന്ന് കണ്ടിട്ടില്ല. ഒരു മാനം വേണ്ടേ? ജീവിതം മുഴുവനും വിറ്റിട്ട് ജീവിക്കുക. യൂട്യൂബ് വരുമാനത്തെക്കുറിച്ച് തന്നെ പണ്ഡിതൻ പറഞ്ഞ് ഹറാമാണോ ഹലാലാണ് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാ. പല പണ്ഡിതന്മാർ പറഞ്ഞു യൂട്യൂബ് വരുമാനം തന്നെ ഹലാലല്ല. എന്നിട്ടല്ല അതുകൊണ്ടുള്ള ആ പൈസ കൊണ്ട് എങ്ങനെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുക?
അതെന്താ സൂക്ഷ്മതയുടെ അടിസ്ഥാനത്തിൽ ആ സമ്പത്ത് ഉപയോഗിക്കൽ ഹലാലല്ല. പിന്നെ അത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ഹലാലാവും. അത് വേറെ സംഭവമാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അത് ഇപ്പം ഞാനിപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നു, പ്രൊഡക്റ്റിന്റെ കമ്പനിക്ക് പൈസ, അതിന് കുഴപ്പമില്ല, അത് പ്രൊമോഷണൽ ആക്ടിവിറ്റിയാണ്, അത് മാർക്കറ്റിംഗാണ്, ശരിക്കുള്ള മാർക്കറ്റിംഗാണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റ്, അതിന് തെറ്റില്ല. അതേസമയം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അത് റെഡ് റവന്യൂ ആണ്. ആ വരുമാനത്തെ കുറിച്ച് പണ്ഡിതന്മാർ പലരും പറയുന്നു ഉപയോഗിക്കുന്ന ഹലാലല്ല എന്നാ. അതിന് കുറെ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ഉമ്മത്ത് കുറെ അതിൽ പെട്ടുപോയിരിക്കുകയാണ്, പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾ. എന്നിട്ട് അതിന് സമ്മതിച്ചില്ലെങ്കിൽ പ്രശ്നം എന്താ? ഈ മക്കളെ എങ്ങനെയൊക്കെയോ കയറൂരി വിട്ടിട്ട് അവസാനം അവർ ലക്ഷ്യം വിട്ട് പരിധി വിട്ട് പോയിട്ടാണ് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്, എൻ്റെ കുട്ടി പിടുത്തം വിട്ട് പോയല്ലോ എന്ന് തിരിച്ചറിയുന്നത്. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ശ്രദ്ധ ഒക്കെ കൊടുത്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. കുറേ ഇബാദത്ത് എടുത്തിട്ടും എന്താ സ്വഭാവം നന്നാവാത്തത്? ഇബാദത്ത് എടുത്താൽ ആദ്യം മാറേണ്ട സ്വഭാവമാണ്. കാരണം എന്താ? പടച്ചോനെ ഞാനൊന്നുമല്ല കേട്ടോ, ഞാൻ നിസ്സാരനാണ് പടച്ചോനെ. ആ കിബിറില്ലായ്മയിലേക്ക് നയിക്കാനാണ് മുഴുവൻ ഇബാദത്തും, എല്ലാ ഇബാദത്തും അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് എത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഇബാദത്ത് അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യത ഉണ്ടാവില്ല മക്കളെ. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം. അള്ളാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യട്ടെ. ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രായം കൊണ്ട്, രോഗം കൊണ്ട്, നാട്ടിലില്ലാത്തത് കൊണ്ട് പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾക്കും അള്ളാഹു പങ്കെടുത്തതിൻ്റെ പ്രതിഫലം അവർക്കൊക്കെ കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മളാക്കിയ മാതാപിതാക്കൾ, ഉമ്മമാർ, ഉപ്പമാർ, വല്യമ്മ, വല്യപ്പമാർ, മൂത്തമ്മ, ഇളയമ്മ, അങ്ങനെയുള്ള പലരുണ്ട്. അമ്മായിമാരൊക്കെ മരണപ്പെട്ടു ഖബറിൽ കിടക്കുന്നവരുണ്ടാവും. അള്ളാഹുവരുടെയൊക്കെ ഖബറിലേക്ക് ഈ ഒരു നല്ല സദസ്സിൻ്റെ മിഥ്ല സവാബ്, സന്തോഷങ്ങൾ, ഒരു സ്പിരിച്വൽ അപ്ഡേഷനായി അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.